പ്രിയപ്പെട്ടവരെ, മെയ് 11-ാം തീയതി പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കുന്ന വിദ്യാർത്ഥി സമ്മേളനത്തിന്റെ ഭാഗമായി ജീർണതകൾക്കെതിരെ കൈകോർക്കുക എന്ന വിഷയത്തിൽ ഇസ്ലാമിക് ഓർഗനൈസേഷൻ നടുവട്ടം ശാഖ സംഘടിപ്പിക്കുന്ന തസ്ഫിയ ആദർശ സമ്മേളനത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഇവിടെ ഈ പ്രദേശത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇതുപോലൊരു പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, ഇന്നത്തെ സാഹചര്യത്തിൽ വളർന്നു വരുന്ന വിദ്യാർത്ഥി സമൂഹം ഭയപ്പെടുത്തുന്ന വാർത്തകളാണ് ദിനേന നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലഹരിയും മൊബൈൽ അഡിക്ഷനും പ്രണയക്കുരുക്കുകളുമെല്ലാം ഭാവി തലമുറയെ ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥി മക്കളെ നേരായ പാതയിലേക്ക് വഴി കാണിച്ചു കൊടുക്കേണ്ടത് നമ്മൾ ഓരോ രക്ഷിതാക്കളുടെയും ബാധ്യതയാണ്. ആ നിലക്ക് ഈ വരുന്ന സമ്മേളനത്തെ നമ്മൾ നോക്കിക്കാണണമെന്നും നമ്മുടെ മക്കളെ, ഹൈസ്കൂൾ പ്രായത്തിലുള്ള മക്കളെ ഈ ഒരു സമ്മേളനത്തിലേക്ക് കൊണ്ടുപോകാൻ, എത്തിക്കാൻ ഓരോ രക്ഷിതാക്കളും മുൻകൈ എടുക്കണമെന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്, നമ്മോടിന്ന് ഈ വിഷയത്തിൽ ജീർണതകൾക്കെതിരെ കൈകോർക്കുക എന്ന വിഷയത്തിൽ സംസാരിക്കുന്നത് ബഹുമാനായ പണ്ഡിതൻ ഷാഫി സബാഹിയാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, സമയം അല്പം വൈകിയിട്ടുണ്ട്. കാര്യങ്ങൾ നല്ല നിലയ്ക്ക് നോക്കിക്കാണണമെന്നും ക്ഷമയോടെ പ്രാർത്ഥനയോടെ നമ്മൾ ഈ പരിപാടിയുടെ അവസാനം വരെ ഇരിക്കണമെന്നും എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരെയും അടുത്തുനിന്നും അകലെ നിന്നും ഇത് കേൾക്കുന്ന എല്ലാ സഹോദരന്മാരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ആദ്യാവസാനം വരെ നല്ല മനസ്സോടുകൂടി ഇവിടെ ഈ പരിപാടി ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി നിഷാദ് സലഫിയെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وصلي وأسلم على نبينا محمد وعلى آله وأصحابه أجمعين أما بعد. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് മെയ് 11-ന് പെരിന്തൽമണ്ണയിൽ നടക്കുകയാണ്. അതിനോടനുബന്ധിച്ചുള്ള അതിന്റെ പ്രചാരണമായി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രോഗ്രാമിലാണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. നേരത്തെ തീരുമാനിച്ചിരുന്ന സമയത്തിൽ നിന്ന് അല്പം വൈകിയാണ് തുടങ്ങുന്നത്. പ്രതീക്ഷിക്കാത്ത ചില സാങ്കേതിക പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതുപോലെ സംഭവിച്ചതുകൊണ്ടാണ് പ്രോഗ്രാം തുടങ്ങാൻ വൈകിപ്പോയത്. അതിലൊരു ഖൈറുണ്ടാകുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. ഏതൊരു രക്ഷിതാവും തൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു നീറ്റലോടുകൂടിയാണ് ജീവിക്കുന്നത്. ഓരോ ദിവസത്തെയും വാർത്തകൾ, ഓരോ ദിവസവും നാം കേൾക്കുന്ന സംഭവവികാസങ്ങൾ ഉള്ളിലെ വ്യാകുലത വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ മകൾ, എന്റെ മകൻ, എന്റെ അടുത്ത തലമുറ, അവരുടെ ഭാവി എന്താകും എന്ന് ഓരോ നിമിഷവും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു.
കഴിഞ്ഞ ഒരു 3 മാസക്കാലത്തെ വാർത്തകൾ, കേരളം ചർച്ച ചെയ്ത വാർത്തകൾ നമ്മൾ എടുത്തു നോക്കിയാൽ മനസ്സിൽ അത്തരം വ്യാകുലതകളുമായി ജീവിക്കുന്ന രക്ഷിതാക്കളെ, അധ്യാപകരെ കുറിച്ച് അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. അത്തരം വാർത്തകളാണ് നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നത്. താമരശ്ശേരിയിലെ സ്വന്തം മാതാവിന്റെ കഴുത്തറുത്ത ചെറുപ്പക്കാരന്റെ സംഭവം മുതൽ തിരുവനന്തപുരത്തെ ഒരു കുടുംബത്തിലെ 5 പേരെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തി ആയുധവുമായി പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു ചെന്ന് ഞാൻ എലിവിഷം കഴിച്ചിട്ടാണ് വന്നത് എന്ന് കുറ്റമേറ്റു പറഞ്ഞ യുവാവ് ഉൾപ്പെടെ സ്കൂൾ പ്രായത്തിലുള്ള കുട്ടികൾ തന്റെ സഹപാഠിയെ മർദ്ദിച്ച് ആ കുട്ടിയുടെ തലയോട്ടിക്ക് പരിക്കുപറ്റി കുട്ടി മരിച്ച് ഇൻസ്റ്റാഗ്രാം ചാറ്റിൽ ആ അടിപിടിയുടെ ആവേശം പങ്കുവെക്കുന്ന വോയിസുകൾ പുറത്തു വന്നതുൾപ്പെടെയുള്ള നിരവധി സംഭവങ്ങൾ. ലഹരി വേട്ടയുമായി ബന്ധപ്പെട്ട് പോലീസിൽ നിന്ന് വന്ന റിപ്പോർട്ടുകൾ കോളേജ് ക്യാമ്പസുകളിൽ, ഹോസ്റ്റൽ മുറികളിൽ ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് വില വരുന്ന ലഹരിയാണ് ഇവിടെ പിടിക്കപ്പെടുന്നത്. ഇവിടെ പരാതികൾക്കപ്പുറം പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നതാണ് സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ ഒരു പ്രത്യേകത. ആശങ്കപ്പെടുക എന്നുള്ളത് പരിഹാരമല്ല, വേവലാതികൾ പങ്കുവെക്കുക എന്നത് പരിഹാരമല്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അയാളെ പ്രേരിപ്പിക്കുന്നത്, ആത്മാർത്ഥമായി നന്മ ചെയ്യാൻ ഒരു മനുഷ്യന് പ്രേരണയാകുന്നത് കലർപ്പില്ലാത്ത ദൈവവിശ്വാസം കൊണ്ടാണ്, അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം കൊണ്ടാണ്. എനിക്ക് മുകളിൽ എന്നെ നിരീക്ഷിക്കുന്ന സൃഷ്ടാവുണ്ട് എന്ന് ചിന്തിക്കുന്നവൻ, മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നും നാളെ പരലോകത്തിന്റെ ജീവിതത്തിന് ഞാൻ കണക്കു പറയേണ്ടി വരുമെന്നും വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിന്റെ ഏറ്റവും ഉള്ളറകളിലേക്ക് കടന്നു ചെന്നാലും അയാളുടെ ജീവിതം വിശുദ്ധമായിരിക്കും, അയാളുടെ ജീവിതം സംശുദ്ധമായിരിക്കും. പൂർവികരായ ചില ഇമാമുമാരെ കുറിച്ച് പറയാറുണ്ട്, അവർ അവരുടെ വിളിക്കുന്നില്ല
പറഞ്ഞു വന്നത് സലഫുകളിൽപ്പെട്ട ചില പണ്ഡിതന്മാരെ കുറിച്ച്, ഇമാമുമാരെ എന്ന ആ ഒരു വർത്തവയിലേക്ക് എത്തിയ ആളുകളെ കുറിച്ച് പറയാറുണ്ട്. അവർ ജീവിക്കുന്ന അങ്ങാടിയിൽ നിന്ന്, ടൗണിൽ നിന്ന്, അവർ കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാറില്ല. കാരണം അവിടെ ഏതൊരു കടയിൽ പോയാലും അവർക്കൊരു ഡിസ്കൗണ്ട് കിട്ടും. ഉസ്താദല്ലേ, ഇമാമല്ലേ, നമ്മുടെ നാട്ടിലെ മഹാനായ ഒരു പണ്ഡിതനല്ലേ എന്ന നിലയിൽ ആ ഒരു ആനുകൂല്യം, ഞാൻ പറ്റുന്ന ആനുകൂല്യം ദീനിന്റെ പേരിലാണ്, ഞാൻ പറ്റുന്ന ആനുകൂല്യം ഞാൻ പഠിച്ച ഇൽമിന്റെ പേരിലാണ്. അതില്ലാതിരിക്കാൻ അപ്പുറത്തെ അങ്ങാടിയിൽ പോയി അവർ സാധനങ്ങൾ വാങ്ങിച്ചിരുന്നു എന്നാണ്. നമ്മുടെ ദീന് ശരിയായി മതം വിറ്റ് ജീവിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്ന ഒരു കാലത്താണ് നമ്മൾ. സ്ത്രീകളെ ചൂഷണം ചെയ്ത് കോടികൾ സമ്പാദിക്കുന്ന നൂറെ ഹബീബുമാരുടെയും ലുൽമെ ഹബീബുമാരുടെയൊക്കെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. യഥാർത്ഥ ദീന് ഉള്ളിലേക്ക് കയറുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ തന്റെ മതമോ തന്റെ ദീനിയായ ഏതെങ്കിലും ഒരു അടയാളമോ പോലും ചൂഷണം ചെയ്യാതെ ജീവിതത്തിന്റെ ഏറ്റവും സ്വകാര്യതകളിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവനായിരിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ചർച്ച നടത്തുന്ന ഒരു ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അബൂബക്കർ റളിയല്ലാഹു അൻഹു മരണത്തെ നേരിൽ കണ്ട് രോഗശയ്യയിൽ കിടക്കുകയാണ്. അപ്പൊ തനിക്കു ശേഷമുള്ള ഖലീഫയെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വസിയ്യത്ത് ചെയ്യാൻ തീരുമാനിച്ചു. അത് സ്വന്തം ഇഷ്ടപ്രകാരം ഏകപക്ഷീയമായി ചെയ്യാനല്ല, അവിടുത്തെ മുതിർന്ന സ്വഹാബ കിറാമിനോട് ചർച്ച ചെയ്തു, ശൂറ നടത്തി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഉമറിനെ എനിക്കു ശേഷം ഖലീഫയാക്കാൻ ഞാൻ വിചാരിക്കുന്നു, എന്താണ് ഉമറിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം? ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകമുണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകമുണ്ട്, സരീറതുഹു ഖൈറും മിൻ അലാനിയതിഹി. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ സ്വകാര്യ ജീവിതം പരസ്യ ജീവിതത്തെക്കാൾ ഉത്തമമാണ്. പുറത്തേക്കൊരു വസ്ത്രവും ജീവിതത്തിന്റെ സ്വകാര്യതകൾ, ആ വസ്ത്രത്തോട്, വേഷത്തോട്, ദീനിന്റെ ഷിആറുകളോടൊത്തും ഒട്ടും നീതി പുലർത്താത്ത വൃത്തികേടുകളുടെ കുപ്പത്തൊട്ടിയായി ജീവിക്കുന്ന മറ്റൊരു ജീവിതവുമാണ് ആളുകൾക്ക് പലപ്പോഴും ഉണ്ടാവുക. ആത്മാർത്ഥമായി അള്ളാഹുവിനെ ഭയപ്പെടുന്ന, ആത്മാർത്ഥമായി പരലോകത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സംശുദ്ധമായ വ്യക്തിത്വത്തെ കാത്തു സൂക്ഷിച്ച് ജീവിക്കാൻ അയാൾക്ക് കഴിയും. ഞാൻ പറയുന്നത്, ലഹരിയുടെ ലോകത്തേക്ക് വഴിമാറി സഞ്ചരിച്ച സമൂഹത്തെ നന്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എന്തു മാർഗമുണ്ട് എന്നാണ് നമ്മൾ വളരെ ഉറക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. രാസലഹരിയുടെ ലോകത്ത് ജീവിക്കുന്നവരെ, വയലൻസിന്റെ ലോകത്ത് ജീവിക്കുന്നവരെ തിരിച്ചു പിടിക്കാനുള്ള മാർഗം എന്ത് എന്ന് വളരെ ഗൗരവത്തിൽ സമൂഹമൊന്നടങ്കം, ഇവിടുത്തെ ഭരണകൂടം, ഇവിടുത്തെ നിയമപാലകർ, ഇവിടുത്തെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്, ഇവിടുത്തെ പലതരത്തിലുള്ള സാംസ്കാരിക സംഘടനകൾ, ഓരോ നാട്ടിലെയും ക്ലബ്ബുകൾ എല്ലാവരും പ്രോഗ്രാം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മതസംഘടനകൾ, വ്യക്തികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. സുഹൃത്തുക്കളെ, എനിക്കു മുകളിൽ എന്നെ നിരീക്ഷിക്കുന്ന നാഥനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ ലോകത്തിന്റെ ഏത് കോണിലകപ്പെട്ടാലും, ഏത് ഹോസ്റ്റൽ മുറിയിൽ ജീവിക്കുമ്പോഴും, ഏത് ക്യാമ്പസിൽ കഴിഞ്ഞുകൂടുമ്പോഴും, ഏത് വൃത്തികേടുകൾക്കിടയിൽ ജീവിക്കുമ്പോഴും തന്റെ വ്യക്തിത്വത്തിന് തിന്മകളുടെ മുള്ളുകൊള്ളാതെ, വൃത്തികേടുകളുടെ, ലഹരിയുടെ, സിനിമയുടെ, അതല്ലാത്ത കുറ്റകൃത്യങ്ങളുടെ മാലിന്യം തന്റെ വ്യക്തിത്വത്തിൽ പതിക്കാതെ, അതിന്റെ ദുർഗന്ധം സ്പർശിക്കാതെ ജീവിക്കാൻ ഒരു മനുഷ്യന് സാധിക്കും. ഞാൻ പറയുന്നത്, ഇവിടെ മനുഷ്യനെ ബോധപൂർവം വഴിതെറ്റിക്കുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾക്കിടയിലാണ് ജീവിക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് പട്ടാമ്പിയിൽ കുറച്ച് കുട്ടികളോട് സംസാരിച്ചു. ആ കുട്ടികളോട് ചോദിച്ചു, ഇവിടെ ലഹരി വ്യാപിക്കാനുള്ള കാരണം എന്താണ്? ഇവിടെ കുട്ടികൾക്കിടയിൽ അക്രമങ്ങൾ പെരുകാനുള്ള കാരണം എന്താണ്? കുട്ടികൾ പറഞ്ഞത്, ഒരു കുട്ടി മറുപടി പറഞ്ഞത്, ഇൻഫ്ലുവൻസേഴ്സ് ആണ്. ഒരു വിധത്തിലുള്ള സെൻസറിങ്ങും നടക്കാതെയാണ് ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമുകളിൽ ഓരോ മനുഷ്യനും അയാൾക്ക് തോന്നിയത് വീഡിയോ കണ്ടന്റുകളായി, ഓഡിയോ കണ്ടന്റുകളായി, ടെക്സ്റ്റ് സംവിധാനങ്ങളായി പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആർക്കും ഒരു നിയന്ത്രണവുമില്ല.
ഇഷ്ടമുള്ളത് പറയാം, ഇഷ്ടമുള്ളത് പ്രചരിപ്പിക്കാം. അല്ലെ, സിനിമ എന്ന് പറയുന്നത് ഏറെക്കാലമായി നമ്മൾ പറയാറുണ്ട്, സമൂഹത്തെ വഴിതെറ്റിക്കുന്ന മാധ്യമമാണ്. 9ാം ക്ലാസ്സുകാരന്റെ മരണമുണ്ടായപ്പോ, സ്വന്തം ഉമ്മയെ താമരശ്ശേരിക്കാരൻ കഴുത്തറുത്തപ്പോ, സ്വന്തം കുടുംബത്തിലെ 5 പേരെ ഒരു ചെറുപ്പക്കാരൻ ചുറ്റിയെ കൊണ്ട് തലക്കടിച്ചു കൊന്നപ്പോ കേരളീയ സമൂഹം ചർച്ച ചെയ്തു, വയലൻസിന്റെ കാരണം സിനിമയാണെന്ന്. വയലൻസിന്റെ കാരണം സിനിമയാണെന്ന്, ലഹരി പെരുകാനുള്ള കാരണം സിനിമയാണെന്ന്. അത് കൂടുതൽ കൂടുതൽ തെളിയുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. സിനിമാ സംവിധായകന്മാർ, സിനിമാ നടന്മാർ ഉൾപ്പെടെയുള്ളവർ കോടതി വരാന്തകളിൽ ജാമ്യത്തിന് കാത്ത് കെട്ടിക്കിടക്കുകയാണ്. എന്താ കാരണം? അവരിൽ നിന്ന് 1 കിലോക്ക് 1 കോടി രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടിക്കപ്പെട്ടു എന്നാണ് കേസ്. നമ്മൾ സമൂഹത്തെ വഴിതെറ്റിക്കുന്ന 100,000 സംവിധാനങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോ അവരെ ശരിയായ വഴിയിലേക്ക് വഴി നടത്തുക എന്നത് ഒരു സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഓരോ രക്ഷിതാവിന്റെയും അടങ്ങാത്ത ആഗ്രഹമാണ്. സഹോദരങ്ങളെ, നമ്മൾ ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം പോരാ, പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം പോരാ. നല്ല പ്രാർത്ഥനകൾ ഉണ്ടാകണം, അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പറയണം. അതോടൊപ്പം പരിഹാരത്തിന്റെ വഴികളിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. അതിന്റെ മാർഗങ്ങളെ കുറിച്ച് നമ്മൾ അന്വേഷിക്കണം. അതിനുള്ള ഏറ്റവും നല്ല സംവിധാനങ്ങളിലൊന്നാണ് കേരള സ്റ്റുഡൻസ് കോൺഫറൻസും അതിന്റെ മുന്നോടിയായി നടക്കുന്ന ദ സൊല്യൂഷൻ. ഫോൺ അഡിക്ഷന് അടിമപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് ഡി അഡിക്ഷൻ ഉൾപ്പെടെയുള്ള കൗൺസിലിംഗ് ഡെസ്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ള 6-ാം തീയതി തുടക്കം കുറിക്കുന്നത് സൊല്യൂഷൻ എന്ന് പറയുന്ന പ്രദർശനം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ. ഒറ്റ ദിവസം കൊണ്ട് എല്ലാവരെയും മാറ്റിമറിക്കുന്ന ഒരു വലിയ മാന്ത്രിക വിദ്യ, മായാജാലം അവിടെ ഉണ്ട് എന്നല്ല പറയുന്നത്. പക്ഷേ ഒരു ചുണ്ടുവലക സ്ഥാപിക്കാൻ കുട്ടികളുടെ മനസ്സുകളിൽ, അവരുടെ ചിന്തകളിൽ, അവരുടെ കാഴ്ചപ്പാടുകളിൽ നേരിന്റെ വഴിയിലേക്ക്, നന്മയുടെ ജീവിത മാർഗത്തിലേക്ക് ഒരു ചുണ്ടുപലക കാണിച്ചു കൊടുക്കാൻ ഈ കൂട്ടായ്മ, ഈ സമ്മേളനം കാരണമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പ്രോഗ്രാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇതിന് തുടക്കം കുറിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യ സുഹൃത്ത് ഷാഫി സ്വബാഹിയെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله الأحد الجبار والصمد الغفار. وأشهد أن لا إله إلا الله الواحد القهار. وأشهد أن محمدا عبده ورسوله النبي المختار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله
وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا إليك يا ربي قد وجهت حاجاتي وجئت ببابك يا ربي برغباتي أنت العليم الذي يجري الضمير به يا عالم الغيب علام الغيوبات خذ الحوائج لي ربه ولست أرى سواك يا ربي من قال لي حاجاتي قال لي حاجاتي ബഹുമാനം നിറഞ്ഞ പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അതിലുപരി ഈ സദസ്സിന് പുറത്ത് ഈ കൂർക്കമ്പുറം വെള്ളാടി എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഇതരമത ആദർശ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നാളെ പരലോകത്ത് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ എല്ലാവരുടെയും അധ്വാനങ്ങളും പരിശ്രമങ്ങളുമെല്ലാം. അതേത് രീതിയിലാകണമെന്നുള്ളിടത്ത് ഇതുവരെ നാം മനസ്സിലാക്കി വെച്ച പല രൂപത്തിലും അതിനെ കണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. ഒരുപാട് ത്യാഗം അനുഭവിച്ച് നഗ്നപാതയരായി നമ്മുടെ നാട്ടിൽ നിന്ന് കോട്ടയം ജില്ലയുടെ അങ്ങേ തലക്കൽ ശബരിമലയിലേക്ക് കാൽനടയായി പോകുന്ന സഹോദരനും ആ സുഹൃത്തിന് മനസ്സിൽ ആഗ്രഹമുണ്ട്, ഇതുകൊണ്ട് എനിക്ക് മോക്ഷം ലഭിക്കണം എന്നുള്ളതാണ്. ഒരുപാട് നാളത്തെ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ നേർച്ചകൾ എടുക്കുന്ന പ്രത്യേകമായ യാത്രകളൊക്കെ സംഘടിപ്പിക്കുന്ന ആളുകൾ, അവരുടെ ത്യാഗത്തിന്റെ പിന്നിലും അവർക്ക് ലക്ഷ്യമുണ്ട്, ഇതുകൊണ്ട് മോക്ഷം വേണം, സ്വർഗം വേണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ രാത്രി സമയങ്ങളിലൊക്കെ ഉറക്കമൊഴിച്ച് പല മജ്ലിസുകളിൽ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രായം പോലും ഗൗനിക്കാതെ ചില ഷാദുലി റാത്തീബ് പോലെയുള്ള റാത്തീബുകളിൽ തന്റെ പ്രായത്തിനപ്പുറത്ത് ചാടി ചാടി അല്ലാഹുവിനെ വിളിച്ചിങ്ങനെ ചാടുന്ന റാത്തീബ് ചൊല്ലുന്ന ആളുകൾക്കും ആഗ്രഹമുണ്ട്, ഈ ചെയ്യുന്ന കർമ്മം കൊണ്ട് എനിക്ക് സ്വർഗം കിട്ടണം, പരലോകത്ത് വിജയം വരിക്കണം എന്നുള്ളതാണ്. പക്ഷെ ഏത് വഴിയിലൂടെ സഞ്ചരിച്ചാലാണ് നമുക്ക് സ്വർഗം കിട്ടുക? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ആ മാർഗം പഠിപ്പിച്ചു തരാൻ അല്ലാഹു വേദഗ്രന്ഥങ്ങൾ അയച്ചു. അതിനെ പഠിപ്പിച്ചു തരാൻ അല്ലാഹു പ്രവാചകന്മാരെ നിയോഗിച്ചു. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ച് സ്വർഗത്തിലേക്ക് ചെല്ലാനുള്ള ഒരു വഴി അല്ലാഹു പറഞ്ഞു കൊടുത്തു. ഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ, അവിടുന്ന് താങ്കൾക്ക് നമ്മളിൽ നിന്നൊരു മാർഗദർശനം നിങ്ങൾക്ക് വന്നു കിട്ടുമ്പോ ഫമൻ തബിഅ ഹുദായ, ആര് എന്റെ മാർഗദർശനത്തെ, അല്ലാഹുവിന്റെ മാർഗദർശനത്തെ പിന്തുടരുന്നുവോ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് പിന്നെ ദുഃഖിക്കാനില്ല, ഭയപ്പെടാനില്ല. അല്ലാഹു തആല പറയുന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർക്കാണ് പരലോകത്ത് മോക്ഷം ലഭിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി കാലാന്തരങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ മാർഗം തന്നെ നമ്മൾ എടുത്തു നോക്കി പ്രിയമുള്ളവരെ, ഭൗതികമായിട്ടൊന്നുപോലും അവർ ജനങ്ങളിൽ നിന്ന് ആഗ്രഹിച്ചില്ല. മാത്രമല്ല
ജനങ്ങളോട് ഏകനായ സിട്ടാവിന്റെ പാതകളെ അവർ വിശദീകരിച്ചു കൊടുത്തപ്പോ ആ പ്രവാചകന്മാർക്കെതിരെ മർദ്ദനങ്ങൾ നടത്തിയ ജനതയുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, സൂറത്ത് യാസീൻ നാട്ടിലെ ഒരുവിധം ആളുകൾക്കൊക്കെ കാണാതറിയുന്ന, ഹിഫ്ദ് അറിയുന്ന ഒരു സൂറത്താണ്. നമ്മളൊക്കെ ചെറുപ്പകാലം മുതലേ അതിനെ പഠിച്ചു വരുന്നത് ഒന്നാമത്തെ മുബീൻ, രണ്ടാമത്തെ മുബീൻ എന്ന് പറഞ്ഞിട്ടാണ് പഠിച്ചു വരാം. അതിലെ രണ്ടാമത്തെ മുബീൻ തുടങ്ങുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അല്ലാഹു തആല പറയുന്നുണ്ട്, വദരിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയത്തി ഇദ് ജാഅഹൽ മുർസലൂൻ. റസൂലേ, ആ ഗ്രാമവാസികളായ ആളുകളിലേക്ക് അല്ലാഹു തആല രണ്ട് മുർസലുകളെ, ദൂതന്മാരെ നിയോഗിച്ച ആ സാഹചര്യം അവരോടൊന്ന് പറഞ്ഞു കൊടുക്കണം. അവസ്ഥ എന്താണ്? ആ രണ്ട് പ്രവാചകന്മാർ അവരിലൂടെ കടന്നു വന്നപ്പോഴും ഫകദ്ദബൂഹുമാ, രണ്ടുപേരെയും അവർ കളവാക്കി. ഫഅസ്സസ്നാ ബിസാലിസിൻ, മൂന്നാമതൊരു പ്രവാചകനെ കൊണ്ട് അവർക്ക് ശക്തി നൽകി, പ്രതാപം നൽകി. പക്ഷെ അവർ പറഞ്ഞു, നിങ്ങൾ മൂന്ന് പേര് ഞങ്ങൾക്ക് ദുശ്ശകുനമാണ്, നിങ്ങൾ ദുശ്ശകുനമാണ്. നബിമാര് തിരിച്ചു പറഞ്ഞു, ഖാലു ത്വായിറുക്കും മഅക്കും, നിങ്ങൾ പറയുന്ന ദുശ്ശകുനം നിങ്ങളുടെ കൂടെ തന്നെയാണ്. അവസാനം അവരൊരു ഭീഷണിയുടെ സ്വരത്തിലേക്ക് വന്നു, ലഇല്ലം തൻതഹി ലനർജുമന്നകും വലയമസ്സന്നകും മിന്ന അദാബുൻ അലീം. ഇതവിടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കല്ലെടുത്തെറിയുക തന്നെ ചെയ്യും, വേദനാജനകമായ ശിക്ഷ നിങ്ങളെ അനുഭവിപ്പിക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു. ആ സമയത്ത് അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, വജാഅ മിൻ അഖ്സൽ മദീനതി റജുലുൻ യസ്ആ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ. ആ മദീനയുടെ പട്ടണത്തിന്റെ അങ്ങേ തലക്ക് നിന്നൊരു മനുഷ്യൻ ഇങ്ങനെ ധൃതിപ്പെട്ടുകൊണ്ട് കടന്നു വരികയാണ്. ആ മനുഷ്യൻ പറയുന്നുണ്ട്, യാ ഖൗമി, എന്റെ ജനങ്ങളെ, ഇത്തബിഉൽ മുർസലീൻ, ഈ ദൈവദൂതന്മാരെ, പ്രവാചകന്മാരെ നിങ്ങൾ പിന്തുടരണേ. ഇത്തബിഉ മല്ലാഹ യസ്അലുകും അജ്റാ, നിങ്ങളോട് യാതൊരു കൂലിയും ആവശ്യപ്പെടാത്ത, ഒരു വേതനവും നിങ്ങളോട് ആവശ്യപ്പെടാത്ത ഈ ദൈവദൂതന്മാരെ നിങ്ങൾ പിന്തുടരണേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ പിന്തുണച്ചുകൊണ്ട് ആ മദീനയുടെ അങ്ങേയറ്റത്ത് നിന്ന് വന്ന ഒരു മനുഷ്യൻ പറയുകയാണ്. ആ നബിമാരുടെ ക്വാളിറ്റി എന്താ? ഇത്തബിഉ മല്ലാ യസ്അലുകും അജ്റാ, ഒരു വേതനവും അവർ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല, ഒരു കൂലിയും അവർ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഇവിടെ കൂർക്കപ്പറമ്പിന്റെ മണ്ണിൽ ഇവിടെ നിങ്ങളോട് സംസാരിക്കുമ്പോഴും ഏതെങ്കിലും ഒരു ഭൗതികമായ നേട്ടത്തിന് വേണ്ടിയിട്ടല്ല ഇവിടുത്തെ പ്രവർത്തകർ. ഇവിടുത്തെ പള്ളിയുടെ പണി പൂർത്തീകരിക്കാൻ വേണ്ടി ഒരു പ്രഭാഷണം, മദ്രസയുടെ പണി പൂർത്തീകരിക്കാൻ വേണ്ടി ഒരു പ്രഭാഷണം, അതല്ലെങ്കിൽ കുറച്ച് ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടി ഒരു പ്രഭാഷണം, അതൊന്നും ഇവിടെ നിങ്ങൾ കാണില്ലേ. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ ആ പ്രവാചകന്മാരുടെ മാതൃകയിൽ അള്ളാഹുവിന്റെ പ്രമാണങ്ങളാണ് പ്രവാചകന്മാർ ജനങ്ങളോട് പറഞ്ഞത്. അപ്പൊ നബിമാരുടെ പാത പിന്തുടർന്ന് ആ പ്രമാണങ്ങളെ അനുസരിച്ചാൽ അൽഹംദുലില്ലാഹ് വിജയം വരിക്കാൻ സാധിക്കും. പക്ഷെ എവിടെയാണ് സമൂഹത്തിന് പ്രയാസങ്ങൾ കടന്നു വന്നത്? എവിടെയാണ് തകരാറുകൾ സംഭവിക്കുക? ഏറ്റവും ഉത്തമമായ സമുദായമെന്ന് പഠിപ്പിക്കപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ പോലും ഒരുപാട് ആളുകൾ വന്ന് നരകത്തിൽ വീഴുന്ന അവസ്ഥയുണ്ടാകും പരലോകത്തിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് തന്റെ ഉമ്മത്ത് നരകത്തിൽ വന്ന് വീഴുന്ന രംഗം കാണുമ്പോ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവോട് പരാതി പറയുന്നുണ്ട്. 25-ാമത്തെയും സൂറത്ത് ഫുർഖാനിലെ 30-ാമത്തെ ആയത്തിലൂടെ കാണാം, وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا. وقال الرسول, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, യാ റബ്ബി, എന്റെ റബ്ബേ, ഇന്ന ഖൗമി, തീർച്ചയായും എന്റെ ജനത, ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ, ഈ ഖുർആനിനെ അഗണ്യകോടിയിലേക്ക് തള്ളിക്കളഞ്ഞവരാണ് അല്ലാഹ്, ഈ ഖുർആനിനെ അവഗണിച്ചവരാണ് റബ്ബേ. എന്റെ ജനത ഖുർആനിനെ അവഗണിച്ചതാണ്. അതുകൊണ്ടാണ് നരകത്തിൽ വന്ന് വീഴാനുള്ള കാരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവോട് പരാതി പറയുന്ന ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും മനസാക്ഷിയോട് ചോദിക്കണം, ഞാൻ വിശുദ്ധ ഖുർആനിനെ പരിഗണിച്ചവനാണോ?
അതല്ല അള്ളാന്റെ ഖുർആനിനെ അവഗണിച്ചവനാണോ? ഇതിലേത് വിഭാഗത്തിലാണ് ഞാനുള്ളത്? അവർ നരകത്തിൽ വീഴുമെന്ന് മാത്രമല്ല, റിയാദുസ് സാലിഹീൻ 1549 നമ്പർ ഹദീസിലൂടെ കാണാം, അവരുടെ തലക്ക് വലിയ വലിയ പാറകളെ കൊണ്ട് ഏറ് വീണ് തല ചതഞ്ഞറിയുകയും മലക്കുകൾ കല്ലെടുത്ത് വരുമ്പോഴേക്ക് വീണ്ടും ഇവരുടെ തല പഴയ രൂപത്തിലേക്ക് മാറ്റപ്പെട്ട് വീണ്ടും ആ ശിക്ഷ ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്നത് അവർ ജീവിതങ്ങളിൽ 2 തെറ്റ് ചെയ്തവരാണ്. ഒന്ന് വിശുദ്ധ ഖുർആനിനെ അവഗണിച്ചവരാണ്, മറ്റൊന്ന് ഫർദ് നമസ്കാരങ്ങളുടെ സമയങ്ങളിൽ കിടന്നുറങ്ങിയതായ ആളുകളാണ്. പ്രിയമുള്ളവരെ, ആ ഖുർആനിനെ അവഗണിച്ചവരാണ് നമ്മൾ. ഇന്ന് വരെ ഫാത്തിഹ മുതൽ നാസ് വരെ ഒരാവർത്തിയെങ്കിലും ആശയസഹിതം വായിച്ചു നോക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമായിട്ടുണ്ടോ? എന്ത് ഖുർആനിൽ പറയുന്നു എന്നറിയാനുള്ള ഒരു മനസ്സെങ്കിലും നമ്മൾ കാണിച്ചിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനിൽ എത്ര ആയത്തുണ്ടെന്ന് പറഞ്ഞ പോലും ഒരുപക്ഷെ നമുക്കറിയില്ല. അതാരെയും മോശക്കാരാക്കാനോ കുറച്ച് കാണിക്കാനോ വേണ്ടി പറഞ്ഞതല്ല. പക്ഷേ വേദന കൊണ്ട് പറയാൻ, ഇതുപോലെയുള്ള ഇൽമിന്റെ സദസ്സുകളിലൊക്കെ തേനിന്റെ കുപ്പി, അതുപോലെ തന്നെ ഈത്തപ്പഴങ്ങള് ഇത് കൊണ്ടുവന്നിട്ട് വിശുദ്ധ ഖുർആനിലെ നമ്പറാണെന്നും പറഞ്ഞ് 6666 വിൽപ്പന നടത്തപ്പെടുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ പണ്ഡിതന്മാരെന്ന് പറയുന്നവർ, അറിവുള്ള ആളുകൾ എന്ന് പറയുന്നവർ, അവര് പോലും അതിന്റെ പേരിൽ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഖുർആനിൽ 6200 ചില്ലറ ആയത്തുകളാണുള്ളത്. ഞാൻ പറഞ്ഞത് അതുപോലെ നമ്മൾ അറിയണില്ല. അത് മാത്രമല്ല പ്രിയമുള്ളവരെ, അതിന്റെ ആശയങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല. നമ്മളൊക്കെ യാത്ര പോകേണ്ട നാളെ ഈ ലോകത്ത് വെടിഞ്ഞ് നമ്മളുടെ പരലോകത്തിലേക്കുള്ള യാത്രയിൽ ഒരു മറയുടെ ജീവിതമുണ്ട്, ഖബറിന്റെ ജീവിതമുണ്ട്. അവിടെ മറമാടി ആളുകളൊക്കെ തിരിച്ചു പോരുമ്പോ അള്ളാഹുവിന്റെ മലക്കുകൾ നമ്മളെ ചോദ്യം ചെയ്യുന്ന സന്ദർഭങ്ങളിൽ അള്ളാഹിനെ പറ്റി അവർ ചോദിക്കും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ചോദിക്കും. നമ്മളുടെ ദീനിനെ പറ്റി ചോദിക്കും. അതിനൊരു ചോദ്യമുണ്ട്, നമ്മളുടെ ഇൽമിനെ പറ്റിയുള്ള, ഇവിടെ ഏത് ഇൽമിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവൃത്തി ചെയ്തത് എന്നതിനെ പറ്റി ഒരു ചോദ്യമുണ്ട്. അവിടെ വിശ്വാസികളായ ആളുകൾ അള്ളാഹിനോട് കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. അവര് പറയും, അല്ലാഹുവേ, അവര് പറയാണ് ചോദ്യങ്ങൾക്ക് ഉത്തരമായി, ഖറഅതു കിതാബല്ലാഹ്, അല്ലാഹുവേ നിന്റെ ഗ്രന്ഥം ഞാൻ വായിച്ചവനാണ് റബ്ബേ, ഫആമൻതു ബിഹി, അതുകൊണ്ട് ഞാൻ വിശ്വസിച്ചവനാണ്, വതസദ്ദഖതു, അതിനെ ഞാൻ സത്യപ്പെടുത്തിയവനാണ്. അല്ലാഹ്, നിന്റെ ഗ്രന്ഥം ഞാൻ വായിച്ചിട്ടുണ്ട്, അതിനെ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്, അതിനെ ജീവിതത്തിലൂടെ സത്യപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, ആ ഖുർആനെ വായിക്കാതെ, ഖുർആനിന്റെ പാത ജീവിതത്തിലൂടെ കൊണ്ടുവരാതെ അതിനെ അവഗണിച്ചു പോയ ആളുകളുണ്ടെങ്കിൽ അറിയോല എന്ന് വിലപിച്ചു പോകുന്ന സന്ദർഭങ്ങളില ഇരുമ്പിന്റെ ചുറ്റിക പോലുള്ള ആയുധം കൊണ്ട് അവരുടെ 2 കാതുകൾക്കും മധ്യത്തിലൂടെ അടിക്കുമ്പോ അവർ ഭൂമിയിലേക്ക് ആണ്ടുപോകുന്നു എന്ന് മാത്രമല്ല, പൊന്തി വരുമ്പോ വീണ്ടും അവർക്ക് പ്രഹരമാ. ആ ആയുധത്തിന്റെ കനമറിയുമോ നിങ്ങൾക്ക്? അതുകൊണ്ടൊരു പർവ്വതത്തിന്റെ ശിഖരത്തിലാണ് അടിക്കുന്നത് എങ്കിൽ ആ പർവ്വതം പോലും പരിപൂർണമായി മണ്ണായി പോകുമാറ് കനമുള്ള ആയുധമാ. മാത്രമല്ല, ആകാശലോകത്ത് നിന്ന് വിളിച്ചു പറയുന്ന മലക്കുകൾ പറയുന്നുണ്ട്, അൽബിസൂഹു ബിന്നാർ അഫ്രിഷൂഹു ബിന്നാർ, നരകത്തിന്റെ വസ്ത്രം നിങ്ങൾ ധരിപ്പിച്ചോ, നരകത്തിന്റെ വിരിപ്പിനെ നിങ്ങൾ കൊടുത്തോ, വഫ്തഹൂ ലഹു ബാബൻ ഇലന്നാർ, നരകത്തിലേക്കുള്ള കവാടം അവരുടെ ഖബറിലേക്ക് നിങ്ങൾ തുറന്നിട്ട് കൊടുത്തോ. എല്ലാവിധ നരകീയമായ അദാബുകൾ ഇങ്ങനെ കാണുമ്പോ അവനോട് പറയപ്പെടുന്നുണ്ട്, ഹാദാ മഖ്അദിക ലക ഹത്താ യബ്അസക അല്ലാഹ് പുനർജന്മം നൽകുന്നത് വരെയുമുള്ള നിന്റെ ഇരിപ്പിടമാണ്, സങ്കേതമാണെന്ന് അവനോട് പറയുമ്പോ കരഞ്ഞുകൊണ്ടാ മനുഷ്യൻ പറയുന്ന മറുപടിയുണ്ട്, റബ്ബി ലാ തുഖ്മിസ്സാ, ഖിയാമത്ത് നാളെ വരല്ല അല്ലാഹ്, ഖിയാമത്ത് നാളെ സംഭവിക്കല്ല അല്ലാഹ്.
സഹോദരന്മാരെ ഉത്തരം പറയണോ? അള്ളാന്റെ കലാമ് നമ്മളെ വായിക്കണേ. ആ ഖുർആനെ പിന്തുടരാൻ, ആ ഖുർആനിന്റെ ആശയങ്ങളെ ജീവിതം കൊണ്ട് സത്യപ്പെടുത്താൻ നമ്മുടെ മനസ്സാക്ഷിയോട് നമ്മൾ ചോദിക്കും, ഉത്തരം പറയാൻ പറ്റുമോ? ആ ഖുർആനിന്റെ വഴിയിലൂടെയാണോ ജീവിക്കുന്നത്? ഇല്ലെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കണം. നമ്മളൊക്കെ എന്തുകൊണ്ട് മുസ്ലിമായി എന്ന് ചോദിച്ചാൽ, നിഷ്പക്ഷമായി ഒന്ന് പറഞ്ഞാൽ, ഷഹാദത്തുകളെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ഇസ്ലാമിനെ പുലുകി എന്ന് പറയാൻ നമുക്ക് കഴിയോ? അള്ളാഹു നമുക്ക് തന്ന വലിയൊരു നിയമത്ത് ഉണ്ടായിരുന്നു. ഒരു മുസ്ലിം ബാപ്പാക്കും ഉമ്മാക്കും ജനിച്ചു എന്നുള്ളത് അൽഹംദുലില്ലാ നമുക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹം. പക്ഷെ അതിനെ ജീവിതം കൊണ്ട് സത്യപ്പെടുത്താൻ കഴിയോ? അതുകൊണ്ട് മുസ്ലിമായി ഇങ്ങനെ ജീവിക്കുന്നു എന്നല്ലാതെ ഞാനത് ഉൾക്കൊണ്ട് യഥാർത്ഥമായ ഒരു മുസ്ലിമായി ഞാൻ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ? അതുകൊണ്ട് പ്രിയമുള്ളവർ, ആ ഖുർആനിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ ആ ഖുർആനിന്റെ ആശയങ്ങളാണോ എന്റെ ജീവിതത്തിലെ? ആ ഖുർആൻ പറഞ്ഞ വിശ്വാസമാണോ എന്റെ ജീവിതത്തിലെ? ആ ഖുർആൻ പഠിപ്പിച്ച ആചാരങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നവനാണോ? ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ പ്രമാണങ്ങളിലൂടെ ആവർത്തിച്ചു പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്റെ ജീവിതത്തിലൂടെയുണ്ടോ? ആ പ്രമാണങ്ങളിലൂടെ ഒരു പ്രവാചകനെ സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു, ആ പ്രവാചകൻ ഏതൊന്നിനെ കൊണ്ടുവന്നുവോ അതിനെ നിങ്ങൾ സ്വീകരിക്കണം. ആ പ്രവാചകൻ ഏതൊന്നിനെ വിരോധിച്ചുവോ അതിനെ നിങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞപ്പോ ആ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നിങ്ങൾ നോക്ക്, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പല്ല് രാഗി മിനുക്കുന്നതും അതുപോലെ തന്നെ മുടി ചേർക്കുന്നതുമെല്ലാം അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ വിരോധിച്ചിട്ടുണ്ട് എന്നുള്ളത് നോക്കണേ. ഒന്നുകൂടെ ആലോചിച്ച് നോക്കേ. പല്ല് രാഗി മിനുക്കി സൗന്ദര്യം ഉണ്ടാക്കുന്ന ചികിത്സയല്ല, ചികിത്സക്ക് വേണ്ടിയിട്ടല്ല, അതിന് ചില സൗന്ദര്യവർദ്ധനത്തിന് വേണ്ടി രാഗി മിനുക്കുന്നതിനെ, മുടികളെ ചേർക്കുന്നതിനെ, പച്ചകുത്തുന്നതിനെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അതിനെ നിഷിദ്ധമാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഒരു വനിത ചോദിക്കുന്നുണ്ട്, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്, വിശുദ്ധ ഖുർആൻ പല ആവർത്തി ഞങ്ങൾ പാരായണം ചെയ്തിട്ടുണ്ട്, പക്ഷേ അങ്ങനെ ഒരു ആയത്ത് അല്ലാഹുവിന്റെ ഖുർആനിൽ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുമ്പോ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, വമാ ആതാകുമുർ റസൂലു ഫഖുദു, ആ പ്രവാചകൻ ഏതൊന്ന് പഠിപ്പിച്ചോ അത് നിങ്ങൾ കൊണ്ടുവരണം. വമാ നഹാകും അൻഹു ഫൻതഹു, ആ പ്രവാചകൻ ഏതൊന്ന് വിരോധിച്ചുവോ അതിനെ നിങ്ങൾ ഒഴിവാക്കണമെന്ന ആയത്തോതി പ്രവാചകന്റെ അധ്യാപനം അവരോട് പറഞ്ഞു കൊടുക്കാൻ ഇത് നിങ്ങൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ ആ ഖുർആനിന്റെ ജീവിതത്തിലൂടെ കൊണ്ടുവരാൻ അല്ലാഹു റസൂലും പറഞ്ഞ പോലെയാണ് എന്റെ ജീവിതം എന്ന് പറയാൻ നമ്മൾ പറയും, നബിയോട് എനിക്ക് ഇഷ്ടമാണ്, അള്ളാഹിനോട് എനിക്ക് മഹബത്താണ്. പക്ഷെ ആ മഹബത്ത് ജീവിതം കൊണ്ട് തെളിയിച്ചോ? നമ്മള് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നുണ്ട്, 4-ാമത്തെയും സൂറത്തുൽ നിസാഇന്റെ 59-ാമത്തെ ആയത്താണ്, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളായ ആളുകളെ, അത്തിഉല്ലാഹ, നിങ്ങൾ അല്ലാഹനെ അനുസരിക്കണേ, വ അത്തിഉർ റസൂൽ, അവിടുത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും നിങ്ങൾ അനുസരിക്കണമെന്നാണ്. അല്ലാഹനെ അനുസരിക്കണേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുസരിക്കണമെന്നാണ്. അല്ലാഹനെ അനുസരിച്ചിട്ട് റസൂലുള്ളാഹിനെ അനുസരിക്കണം എന്ന് പറയാൻ അറബി ഭാഷയിൽ അത്തിഉല്ലാഹ വർ റസൂൽ എന്ന് പറഞ്ഞാൽ മതി. അല്ലാഹനെ അനുസരിക്കുക, പ്രവാചകനെയും അനുസരിക്കുക. പക്ഷെ ആ ഫിഅലിനെ, ഫിഅൽ അംറിനെ അല്ലാഹ് 2 പ്രാവശ്യം ആവർത്തിക്കുന്നു, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ. അതിന്റെ ആശയം എന്താണ്? അല്ലാഹനെ നിങ്ങൾ അനുസരിക്കണം, പ്രവാചകനെ നിങ്ങൾ അനുസരിക്കണമെന്ന് ആ പദത്തിനെ റിപ്പീറ്റ് ചെയ്യുന്നത് അള്ളാഹുവിനോടുള്ള അനുസരണം നിരുപാധികമാണ്. അല്ലാഹ് എന്ത് പറഞ്ഞു അനുസരിച്ചോളണം, അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അനുസരണവും നിരുപാധികമാണ്. എന്നാൽ മൂന്നാമതായി പറഞ്ഞു, വഉലിൽ അംരി മിൻകും, നിങ്ങളുടെ കൈകാര്യകർത്തുക്കളായ നേതാക്കന്മാരെ അനുസരിക്കണമെന്ന് പറയുമ്പോ അത് നിരുപാധികമല്ല, ഉപാധികളോടുകൂടെയാണ്. അഥവാ
ആ നേതാക്കന്മാരെന്ന് ഹക്കിന്റെ മാർഗത്തിലുണ്ടോ അവരെ നമ്മൾ അനുസരിക്കാം. അവർ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ അവരെ നമ്മൾ അനുസരിക്കേണ്ട ആവശ്യമില്ല എന്നാൽ. അപ്പൊ അള്ളാഹുവിനെ അനുസരിക്കാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാൻ പറയാൻ പറ്റുമോ? പ്രിയമുള്ളവരെ, ഞാൻ നടത്തുന്ന എന്റെ ആരാധന എന്റെ റസൂലുള്ള പഠിപ്പിച്ച രൂപത്തിലാണ്, എന്റെ വിശ്വാസം അല്ലാഹു തആല പറഞ്ഞ രൂപത്തിലാണെന്ന് പറയാൻ. വമൻ യുതഇർ റസൂല ഫഖദ അതാ അല്ലാഹ്. ആര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചോ അവൻ അല്ലാഹനെ അനുസരിച്ചവനാണെന്ന് വിശുദ്ധ ഖുർആൻ. കാരണം എന്താ? വമാ യംതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹിയുഹാ. ആ പ്രവാചകനുണ്ടല്ലോ മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും പറയാത്ത നബിയാ. ഇൻ ഹുവ ഇല്ലാ വഹിയുഹാ. അല്ലാഹുവിൽ നിന്നുള്ള വഹിയല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും പറയാത്ത റസൂല. അതുകൊണ്ട് ആ റസൂലുള്ളാഹിനെ അനുസരിക്കുക, ആ പ്രവാചകൻ അനുസരിക്കുക. പക്ഷെ നമ്മൾ പറയും, ഏത് വിശ്വാസങ്ങളെ പറഞ്ഞാലും ഏത് അനുഷ്ഠാനങ്ങൾ നമ്മളോട് പറഞ്ഞു തന്നാലും നമ്മൾ പറയും അത് ഞങ്ങൾക്ക് കാക്കക്കാണന്മാരായി ഞങ്ങളുടെ നാട്ടിലുള്ള ആചാരങ്ങളാണ്. പ്രിയമുള്ളവരെ, എത്ര മാരകമായ അപകടങ്ങൾ സമൂഹത്തോട് പറഞ്ഞു കൊടുത്താലും നോക്കണേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ ലോകത്തിന്റെ മുന്നിൽ ത്യാഗം അനുഭവിച്ചു പോയ ബദരീങ്ങളില്ലയോ? അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമർപ്പണങ്ങളാണ്, ജീവൻ വരെ റബ്ബിന്റെ മാർഗത്തിലൂടെ അർപ്പിച്ചവരാണ്. ഒക്കെ അവര് ഇസ്തിആസ നടത്തിയത് പോലും അല്ലാഹുവിനോടാ. വിശുദ്ധ ഖുർആനിന്റെ 8-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനത്തില് ഇത് തസ്തഈസൂന റബ്ബഹും, അവരുടെ റബ്ബിനോടാണ് അവർ ഇസ്തിആസ നടത്തിയത് എന്ന് അല്ലാഹ് പറയുമ്പോ, അതുകൊണ്ട് നമുക്കും ഇസ്തിആസ നടത്താനുള്ളത് അല്ലാഹുവിനോടാണെന്ന് പറയുമ്പോ നമ്മൾ പറയും, എന്തിനാണിത് പറയുന്നത്? ഞങ്ങൾ വാപ്പക്കാണന്മാരായി കാലങ്ങളായി റബ്ബല്ലാത്തവരോട് ഇസ്തിആസ നടത്തുന്നവരാണ്, നിങ്ങൾ പുത്തൻവാദികളാണ്, കേൾക്കണ്ട എന്ന് പറയുന്ന ആളുകളുണ്ട്. പ്രിയമുള്ളവരെ, സത്യം ചെയ്യിൽ അല്ലാഹനെ കൊണ്ട് മാത്രമേ പാടൂ എന്ന് പറയുമ്പോ അതെല്ലാം നിങ്ങൾക്ക് സത്യം ചെയ്യാൻ ഇന്ന സ്ഥലങ്ങളുണ്ട്, അവിടെ കിടക്കുന്ന മഹാനെ കൊണ്ട് ഞങ്ങൾ സത്യം ചെയ്യുന്നവരാണ്. അല്ലാ, മുത്ത് റസൂൽ പറഞ്ഞില്ലേ, മൻ ഹലഫ ബിഗൈരില്ലാഹ് ഫഖദ് കഫറ വഅശ്റക. ആര് റബ്ബല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്തു പോയോ അവൻ ശിർക്കാണ് ചെയ്തത്, അതല്ലെങ്കിൽ കുഫറാണ് ചെയ്തത് എന്ന് മുത്തുനബിയുടെ ഹദീസുകൾ പറയുമ്പോ എത്ര വരെ അറിയുമോ നിങ്ങൾക്ക്? ഒരാള് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വെച്ച് വിശുദ്ധ കഅബാലയത്തിനെ നോക്കിയിട്ട് പറഞ്ഞു, ലാ ഒരിക്കലുമില്ല, വൽ കഅബ, ഈ കഅബ തന്നെയാണ് സത്യമെന്ന് പറഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അവിടുന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ലാ തഹ്ലിഫ് ബിഗൈരില്ലാഹ്, റബ്ബല്ലാത്തവരെ കൊണ്ട് നീ സത്യം ചെയ്യാൻ പാടില്ല. അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്, മൻ ഹലഫ ബിഗൈരില്ലാഹ്, റബ്ബല്ലാത്തവരെ കൊണ്ട് ആര് സത്യം ചെയ്തു പോയോ അവൻ ശിർക്കാണ് ചെയ്തത്, അതല്ലെങ്കിൽ കുഫറാണ് ചെയ്തത് എന്നാണ്. അല്ലാഹുവിന്റെ കഅബാലയത്തിനെ കൊണ്ടുപോലും സത്യം ചെയ്യില്ലേ എന്ന് പറയുമ്പോ ഇന്ന മൂപ്പരാണ് സത്യമെന്ന് പറയുന്നവര്, ഇന്ന മഹാനാണ് സത്യമെന്ന് പറയുന്നവര്, എന്റെ ബാപ്പയാണ് സത്യമെന്ന് പറയുന്നവര്, എന്റെ മടിയിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ബാപ്പയാണ് സത്യമെന്ന് പറയുന്നവര്, വിശ്വാസങ്ങളിലൂടെ അബദ്ധം വന്നില്ലയോ അത് ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ അവര് പറയൂലേ, ഞങ്ങള് കുറെ കാലമായി വാപ്പക്കാണന്മാരായി ജീവിച്ചു വന്നത് ഇങ്ങനെയാണ്, അതിനെയാണോ നിങ്ങൾ എതിർക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകള്. പ്രിയമുള്ളവരെ, നാട്ടിലോട് ചൊല്ലുന്ന മാലമൗലിദുകളിലോട് അല്ലാഹുവിന്റെ ഹബീബിനെ വരെ നിന്ദിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുണ പറഞ്ഞു എന്നാണ് സിദ്ദീഖ് മൗലിദിൽ നിങ്ങൾ പറയുന്നത് എന്ന് പറയുമ്പോ, റസൂലുള്ളാഹി മിഅ്റാജ് പോകുമ്പോ കോണി വഴുതി താഴേക്ക് വീഴുന്ന സന്ദർഭങ്ങളില് മുഹിയുദ്ദീൻ ശൈഖ് ഷോൾഡർ കാണിച്ച് രക്ഷപ്പെടുത്തി എന്നുള്ളത് കള്ളക്കഥകളാ. ഇസ്ലാമിന്റെ പേരിൽ നിങ്ങൾ പറയല്ലേ എന്ന് പറയുമ്പോ ഞങ്ങൾ വാപ്പക്കാരന്മാരായി ചൊല്ലി വരുന്നതാണെന്ന് പറയുന്ന ആളുകള് ഖുർആനിന്റെ
നഅ്ബുദു വഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു അല്ലാഹ് എന്ന് ദിവസേന 17 തവണ അള്ളാന്റെ മുമ്പിൽ പ്രതിജ്ഞ എടുക്കുന്ന വിശ്വാസികളെന്ന് പറയുന്ന ആളുകൾ പോലും ഇതാ ആയത്തോതി റബ്ബില്ലാത്തവരോട് തേടല്ലേ എന്ന് പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ നാട്ടിലെ കാക്കക്കാണന്മാരായി ജീവിച്ചു വരുന്ന രീതി ഇതാണെന്നാണ്. അവിടെ ഖുർആനിന്റെ ആയത്ത് പ്രശ്നമല്ല, ഇതെവിടെ അപകടം എന്നറിയാം. നമ്മൾ ഒരിക്കലും ഖുറാഫത്തിന്റെ വക്താക്കളായി മാറരുത് പ്രിയമുള്ളവർ. എന്താ ഖുറാഫത്ത് എന്ന് പറഞ്ഞ് തെളിവ് നോക്കാതെ കണ്ടതും കേട്ടതൊക്കെ സ്വീകരിക്കാം. ഞാൻ ഈ സംസാരത്തെ നിങ്ങളോട് പറയുന്നു, പുത്തമ്പള്ളി മക്കാമില് ഡ്രൈവർ ഇല്ലാണ്ട് കാർ വന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും എപ്പോന്ന് ചോദിക്കും. അങ്ങനെ ഉണ്ടായോ നമ്മൾ അന്വേഷിക്കില്ലേ? അറിയോ, അള്ളാന്റെ കഅബാലയത്തിൽ ഉടുക്കുകൊട്ടി തവാഫ് ചെയ്യാൻ വേണ്ടി റിഫായി ഷേഖ് വന്നപ്പോ റിഫായി ഷേഖ് പറഞ്ഞിട്ടില്ല കേട്ടോ, അദ്ദേഹത്തിന്റെ പേരിൽ ആളുകൾ പറഞ്ഞുണ്ടാക്കിയതാണ്. ഉടുക്കുകൊട്ടി തവാഫ് ചെയ്യാൻ വേണ്ടി വന്നപ്പോ അത് റിഫായി മാലയിലുള്ളതാണ്. അപ്പോ മക്കക്കാരെ തടുത്തു, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഉടൻ അദ്ദേഹം ഒരു ഭാഗത്തിരുന്നു, കഅബയോട് ഇങ്ങോട്ട് വന്ന് തവാഫ് ചെയ്യാൻ പറഞ്ഞു. അത് വിശ്വസിച്ചിരുന്ന് പാടുന്ന റിഫായി മാല പാടുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ. അങ്ങനെ വിശ്വസിക്കാൻ അള്ളാന്റെ കഅബാലയത്തില് അവിടെ തീകത്തലുണ്ടായപ്പോ, മക്കയിൽ തീകത്തലുണ്ടായപ്പോ കേരളത്തിൽ നിന്നൊരു മഹാൻ വെള്ളമൊഴിച്ചിട്ടാണ് തീകെടുത്തി എന്ന് പറഞ്ഞപ്പോ വിശ്വസിച്ച ആളുകളാ നമ്മൾ. അതുണ്ടായോ നമ്മൾ അന്വേഷിക്കലില്ല. സൗദി അറേബ്യ സാമ്പത്തികമായി താഴെ കിടന്നപ്പോ ഇവിടെ ചാലിയത്തുള്ള കുറച്ച് ആൾക്കാരാണ് അബ്ദുൽ അസീസ് രാജാവിന് പൈസ ഒക്കെ കൊടുത്ത് സൗദി അറേബ്യനെ മനോഹരമാക്കി കൊണ്ടുവന്നത് എന്ന് പറഞ്ഞപ്പോ അതിനെയും വിശ്വസിച്ച ആളുകളാണ് നമ്മളൊക്കെ. അതൊക്കെ നമ്മൾ വിശ്വസിക്കും. നേരെ മറിച്ച് നമ്മളോട് പറഞ്ഞു, മോനെ, അള്ളാന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തും ഹദീസും വെച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അള്ളാഹിനെ മാത്രമേ ആരാധിക്കാവൂ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞ് നമ്മൾ പറയാം. അത് വിശ്വസിക്കാൻ ഞങ്ങൾ കിട്ടൂല. ഞങ്ങൾ വാപ്പക്കാരണന്മാരായിട്ട് ജീവിച്ചു വരണത് ഇങ്ങനെയാണ്. നമ്മൾ മനസ്സിലാക്കി. ഖുർആൻ നമ്മളുടെ മുന്നിൽ ഉണ്ടായിട്ട് പോലും ഈ സംസാരം നിങ്ങൾ ആരെയും മോശക്കാരാക്കാനില്ല. മാക്സിമം ആയത്തുകൾ, നമ്പറുകൾ ഉദ്ധരിക്കുന്നുണ്ട്, ഹദീസുകൾ ഉദ്ധരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എഴുതി വെക്കാം. അണ്ണാക്ക് തൊടാതെ സ്വീകരിക്കണമെന്ന് ആരോടും പറയുന്നില്ല. സ്വീകാര്യന്മാരായ വിശ്വാസയോഗ്യരായ നിങ്ങളുടെ ഉസ്താദുമാരോട് ചോദിക്കാം, ഇതിന്റെ ആശയങ്ങൾ ഇങ്ങനെ തന്നെയല്ലേ, ഇതിന്റെ അർത്ഥങ്ങൾ ഇങ്ങനെ തന്നെയല്ലേ? നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാം. കാരണം എന്തെന്നറിയോ, ഇതൊക്കെ പറഞ്ഞാലും ചില ആളുകളൊക്കെ പറയും ആ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചിന്തിക്കുമ്പോ അത് മുജാഹിദേര് പറഞ്ഞ ആയത്തല്ലേ എന്നാ പറയാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആയത്തുകൾ നിങ്ങൾക്ക് എഴുതി വെക്കാം. സമസ്ത പരിഭാഷകളിൽ ഈ ആയത്തിന് എന്തർത്ഥമാണ് കൊടുത്തത് എന്ന് നിങ്ങൾക്ക് പരിശോധിച്ചു നോക്കാം. എന്റെ ഖബറിന്റെ വിഷയമാണ് എന്ന് കരുതി പരിശോധിക്കാരാൻ പ്രിയമുള്ളവർ. ആയത്ത് പറഞ്ഞാലും ഹദീസ് പറഞ്ഞാലും അള്ളാഹുവിന്റെ ഖുർആനല്ല, പ്രവാചകന്റെ വാക്കുകളല്ല. ഞങ്ങൾ വാപ്പക്കാരണന്മാരായി ഇങ്ങനെ ജീവിച്ചു വന്നത് മതി എന്ന് പറയുന്നവർ ഈ ആയത്തുകളൊന്ന് പഠിച്ചു നോക്കി. ലോകത്ത് ഈ വാദം കൊണ്ടുവന്നത് വിശ്വാസികളായ ആളുകളായിരുന്നില്ല. മറിച്ച് പ്രവാചകന്മാരുടെ പ്രബോധത്തിനെ എതിർക്കാൻ വന്ന ആളുകളാണ് ഈ വാദം ലോകത്തിലൂടെ കൊണ്ടുവന്നത് എന്നുള്ളതാണ്. ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. ലോകത്ത് ഒന്നാമത്തെ മുർസലായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം, ആ നൂഹ് നബി ജനങ്ങളോട് പറഞ്ഞു. വിശുദ്ധ ഖുർആനിലെ 23-ാമത്തെയും സൂറത്ത് മുഅ്മിനൂൻ 23, 24 ആയത്തുകളാണ്. വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമി, നൂഹ് നബി അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് അല്ലാഹു നിയോഗിച്ചപ്പോ നൂഹ് നബി ജനങ്ങളോട് പറയുന്നുണ്ട്, യാ ഖൗമി അബ്ദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, എന്റെ ജനങ്ങളെ, ഏകനായ റബ്ബിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ, അവനില്ലാതെ നിങ്ങൾക്ക് യാതൊരു ആരാധനമില്ല എന്ന് പറയുമ്പോ ആ ജനതയിലെ കാഫിരീങ്ങളായ പ്രമാണിമാരായ ആളുകൾ വന്ന് പറയുന്നുണ്ട്, ഈ നൂഹ് നമുക്കിടയിലൂടെ ആളാകാൻ വേണ്ടി ശ്രമിക്കുന്നവനാണ്. മാ സമിഅനാ ബിഹാദാ ഫീ ആബാഇനൽ അവ്വലീൻ, നമ്മളുടെ പൂർവികരായ വാപ്പക്കാരന്മാരൊന്നും ഇങ്ങനെ പറയുന്നതായി നമ്മൾ കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞത് നൂഹ് നബിയുടെ കാലത്തുള്ള കാഫിരീങ്ങളായ പ്രമാണിമാരാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ 23-ാം സൂറത്ത് മുഅ്മിനൂൻ 23-24 ആയത്താണ്. നിങ്ങൾ ആലോചിക്കുക, മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനിന്റെ കൊട്ടാരത്തിൽ പ്രബോധനത്തിനായി കടന്നു വരികയാണ്.
മൂസാ നബി ഫിർഔനുമായി ഡിബേറ്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഫിർഔൻ ചോദിച്ചു, അല്ല മൂസ, നീ പരിചയപ്പെടുത്തുന്ന റബ്ബാരാൻ? നീ പരിചയപ്പെടുത്തുന്ന റബ്ബാരാൻ? മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. കാരണം എന്തെന്നറിയോ? മൂസാ നബി സംസാരിച്ചപ്പോ ഫിർഔൻ അതിനെ അംഗീകരിക്കണില്ലെങ്കിലും അവിടെ കൂടി ആളുകൾക്ക് കാര്യം ഇങ്ങനെ ബോധ്യപ്പെടാൻ തുടങ്ങി. മൂസാ നബി പറഞ്ഞു, അവിടെ നിന്ന് മൂസാ നബി പറയാൻ, റബ്ബുനല്ലദീ അഅത കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുകയും അതിനുള്ള മാർഗദർശനം നൽകുകയും ചെയ്തവനാണ് എന്റെ റബ്ബ്. എല്ലാറ്റിനെയും സൃഷ്ടിച്ചു, അതിനുള്ള മാർഗദർശനങ്ങളെ കാട്ടിലെ ബീവറിനെ എൻജിനീയറാക്കി മാറ്റിയത് എന്റെ റബ്ബാണ്. കണ്ടോ, അതിനുള്ള ഹുദ. ഒരാടിന്റെ കുഞ്ഞിന് നിവർന്നു നിന്ന് മാതാവിന്റെ മാരടത്തിൽ പാല് തേടി പോകാനുള്ള ഹുദ കൊടുത്തവൻ എന്റെ റബ്ബാണ്. പ്രിയമുള്ളവരെ, എല്ലാ ജീവികൾക്കും അതിനുള്ള ജീവിക്കാനുള്ള മാർഗദർശനം കൊടുത്തവൻ പടച്ചു, അതിനുള്ള ഹുദയും കൊടുത്തവനാണ്. ആ സമയത്ത് അവിടെയുള്ള ആളുകളൊക്കെ മൂസാ അലൈഹിസ്സലാമിന്റെ വാക്ക് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ഫിർഔൻ അതിനെ തടയിടാൻ വേണ്ടി ഉപയോഗിച്ച ഒരു കുതന്ത്രമുണ്ട്. ഫമാ ബാലുൽ ഖുറൂനിൽ ഊല. മൂസാ നബിയോട് ചോദിക്കാം, മൂസാ ഫമാ ബാലുൽ ഖുറൂനിൽ ഊല, അങ്ങനെയാണെങ്കിലേ നമ്മളുടെ വാപ്പക്കാരന്മാരുടെ അവസ്ഥ എന്താ? നീ പറഞ്ഞതാണ് ശരിയെങ്കിലേ നമ്മളുടെ വാപ്പക്കാരന്മാരുടെ അവസ്ഥ എന്താ? 20-ാം സൂറത്ത് ത്വാഹ 54 മുതൽ 56 വരെയുള്ള ആയത്താണ്. നമ്മളുടെ വാപ്പക്കാരന്മാരുടെ അവസ്ഥ എന്താ? അതിന് മൂസാ അലൈഹിസ്സലാം ഒരു മറുപടി കൊടുത്തു. ഖാല ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബിൻ ലാ യളില്ലു റബ്ബി വലാ യൻസാ. ഖാല മൂസാ അലൈഹിസ്സലാം പറഞ്ഞു, ഇൽമുഹാ, അതിനെ പറ്റിയുള്ള അറിവ്, ഇൻദ റബ്ബി ഫീ കിതാബിൻ, എന്റെ റബ്ബിന്റെ അടുക്കൽ ഒരു രേഖയിലുണ്ട്. ലാ യളില്ലു റബ്ബി വലാ യൻസാ, എന്റെ രക്ഷിതാവിന് പിഴവ് സംഭവിക്കില്ല, അവൻ മറന്നു കളയുകയുമില്ല. എന്റെ അല്ലാഹുക്ക് പിഴവ് പറ്റൂല, അവൻ മറന്നു കളയില്ല എന്ന് അവിടുന്ന് മൂസാ അലൈഹിസ്സലാം ഫിർഔനിന് മറുപടി കൊടുക്കാണ്. എന്ന് പറഞ്ഞ വാപ്പക്കാരന്മാരുടെ കാര്യം അത് പടച്ചു നോക്കിക്കോളും. നിങ്ങൾ നിങ്ങളുടെ തടികളെ കാത്തുകൊള്ളണം, അല്ലാഹുക്ക് ഒരു പിഴവ് സംഭവിക്കില്ല എന്ന് മൂസാ അലൈഹിസ്സലാം. ഇനി നിങ്ങൾ നോക്കേ, അപ്പൊ അവിടെ ഫിർഔൻ ഉപയോഗിച്ച കുതന്ത്രം. ഇനി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ പ്രബോധനത്തിന് കടന്നു വന്നു. അവരോട് ഖുർആനിലേക്കും പ്രവാചകനിലേക്കും ഇങ്ങനെ ക്ഷണിക്കാൻ. അപ്പൊ അവര് പറഞ്ഞ എന്താ, ഞങ്ങൾക്ക് ഇതൊക്കെ മതി. ഖുർആനിലെ 5-ാം അധ്യായം സൂറത്ത് മാഇദ 104-ാമത്തെ ആയത്താണ്. വഇദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസൽനാ വഇലാ റസൂൽ. വഇദാ ഖീല ലഹും, അവരോട് നിങ്ങൾ പറയപ്പെട്ടു കഴിഞ്ഞാൽ, അവരോട് നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ, തആലൂ, നിങ്ങൾ വരണേ, ഇലാ മാ അൻസൽനാ, നാം അവതരിപ്പിച്ചതിലേക്ക്, അല്ലാഹുവിന്റെ ഖുർആനിലേക്ക് നിങ്ങൾ വാ. വഇലാ റസൂൽ, അവിടുത്തെ പ്രവാചകനിലേക്കും നിങ്ങൾ കടന്നു വരണേ എന്നവരോട് പറയുമ്പോ, ഖാലു, അവരെ പറയുന്നുണ്ട്, ഹസ്ബുനാ, ഞങ്ങൾക്ക് ഇത് മതി, മാ വജദ്നാ അലൈഹി ആബാഅനാ, ഞങ്ങളുടെ വാപ്പക്കാരന്മാരെ ഇതല്ലാതെ ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങളുടെ വാപ്പക്കാരന്മാരെ ഇതല്ലാതെ ഞങ്ങൾ കണ്ടിട്ടില്ല. എന്നിട്ട് അല്ലാഹ് പറയുന്നുണ്ട്, അവലോ കാന ആബാഉഹു ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ. അവരുടെ പൂർവികരെന്നവർ പറയുന്നവർ അവർ അറിവില്ലാത്തവരാണെങ്കിൽ പോലും, നേർമാർഗം പ്രാപിക്കാത്തവരാണെങ്കിൽ പോലും, അവർ പറയുന്നത് ഞങ്ങളുടെ വാപ്പക്കാരന്മാരുടെ പാദമതി എന്നാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കേ, അതിന്റെ അർത്ഥം മുജാഹിദുകൾ ജനങ്ങളോട് പറഞ്ഞത് പൂർവികരുടെ പാത വേണ്ടെന്നാണോ? അല്ല, വേണമെന്നാണ്. പക്ഷെ നമ്മൾ വാദിച്ചതോ, എന്റെ ബാപ്പ നരകത്തിലാണെങ്കിൽ ഞാനും നരകത്ത് പോയിക്കോട്ടെ, എന്റെ വല്ലിപ്പ നരകത്തിലാണെങ്കിൽ ഞാനും നരകത്ത് പോയിക്കോട്ടെ. ആ വാദമാണ് അപകടം. നമുക്ക് പൂർവികര വേണം. ഏത് പൂർവികര വേണം? റസൂലും സ്വഹാബത്തുമാകുന്ന പൂർവികര വേണം. എന്റെ പ്രവാചകൻ എങ്ങനെയാ ജീവിച്ചത്? എന്റെ പ്രവാചകന്റെ അനുചരന്മാരെങ്ങനെയാ ജീവിച്ചത്? ആ പൂർവികരെയാ നമുക്ക് പിന്തുടരാനുള്ളത്. അതിനിടയിൽ ആരെന്ത് കൊണ്ടുവന്നാലും അത് നമുക്ക് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. യകൂനു ഫീ ആഖിരി സമാൻ, സ്വഹീഹ് മുസ്ലിമിലൂടെ ഹദീസ് കാണാം, യകൂനു ഫീ ആഖിരി സമാൻ, അവസാന കാലഘട്ടങ്ങളിലൂടെ കടന്നു വരുന്നുണ്ട് ദജ്ജാലൂന കദ്ദാബൂന, കള്ളം പറയുന്ന
ദജ്ജാലുകൾ കടന്നു വരുമെന്ന പ്രിയമുള്ളവരെ, ഖിയാമത്ത് നാളിന്റെ വലിയ അടയാളങ്ങള്, ഖിയാമത്ത് നാളിന്റെ വലിയ അടയാളങ്ങള് ദുനിയാവിലൂടെ മുസീബത്തുകൾ ഇങ്ങനെ വ്യാപിപ്പിക്കുന്ന മസീഹുദ് ദജ്ജാലല്ല. ചില ആളുകളോടുള്ള പ്രവാചകന്റെ ആ വിഷയത്തിന്റെ ഗൗരവമാണ്, അവരോടുള്ള പ്രവാചകന്റെ കോപമാണ്. ആ ദജ്ജാലുകൾ സമൂഹങ്ങളിലൂടെ കടന്നു വരുന്നത് ഒരുപാട് സംസാരങ്ങളുമായി അവർ കടന്നു വരുമ്പോ മുത്തനബിയാണ് ഹദീസ് പറഞ്ഞു കൊടുക്കുന്നത്. ആരോടാണ്? സഹാബത്തിനോട്. സഹാബ ബിമാലം തസ്മഉ അൻതും വലാ ആബാഉകും, നിങ്ങൾ കേൾക്കാത്ത, നിങ്ങളുടെ പൂർവികരായ പിതാക്കൾ കേൾക്കാത്ത ഒരുപാട് വാദമായി കടന്നു വരുന്ന ആളുകള് ഫയ്യാക്കും വയ്യാകും, അവരെ നിങ്ങൾ സൂക്ഷിച്ചോ. ലാ യുദില്ലൂനക്കും വലാ യുഫ്തിനൂനക്കും, അവർ നിങ്ങളെ വഴിപിഴപ്പിക്കാതിരിക്കട്ടെ, അവർ നിങ്ങളെ നാശത്തിലകപ്പെടുത്താതിരിക്കട്ടെ. പ്രിയമുള്ളവരെ, അവിടുന്ന് റസൂലുള്ളാഹിന്റെ സഹാബത്തിന് പരിചയമില്ലാത്ത നിലവിളക്കിനെ കൊളുത്തി വെച്ചതിൽ നിന്ന് എണ്ണ കുടിച്ച് ബറക്കത്തെടുക്കുന്ന സമ്പ്രദായമില്ലയോ? പിൻകാലഘട്ടങ്ങളിൽ ആളുകൾ കൊണ്ടുവരുന്നുണ്ട്. അവരെ നിങ്ങൾ സൂക്ഷിച്ചോ. അത്യാധുനിക വൈദ്യുതിയുള്ള കാലഘട്ടങ്ങളിൽ പോലും ബറക്കത്തിന് വേണ്ടി നിലവിളക്ക് കൊളുത്തുന്നവരെ സൂക്ഷിച്ചോ. റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളിൽ മഹാരഥന്മാരായ സ്വഹാബ, കറാമത്ത് പോലും പ്രകടമായിട്ടുള്ള സ്വഹാബ, ആസിം റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ഒരുപാട് മഹാരഥന്മാരായ സഹാബത്ത് വിട പറഞ്ഞിട്ടുണ്ട്. ബദറിന്റെ ശുഹദാക്കൾ ഉണ്ടായിട്ടുണ്ട്, ഉഹദിന്റെ ശുഹദാക്കൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ ആരുടെയും ജാറം നിങ്ങൾ പടുത്തോ എന്ന് ലോകത്തിന്റെ മുത്ത് സഹാബത്തിന് പറഞ്ഞു കൊടുത്തിട്ടില്ല. അവർക്കാർക്കും അങ്ങനെ ഒരു വിഷയം പരിചയമില്ല. എന്നാൽ ഷിയാക്കള് ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറ് ജാറമാക്കി തുടങ്ങിയ സമ്പ്രദായങ്ങളെ പിന്തുടരുന്ന ആളുകളോട് അവർക്ക് പരിചയമില്ലാത്ത പുത്തൻ ആചാരങ്ങളെ കൊണ്ടുവന്നവർ, അവരെയാണ് നിങ്ങൾ സൂക്ഷിക്കാനുള്ളത് എന്നാണ്. പൂർവികരെ വേണമാരെയ റസൂലും സഹാബത്തുമാകുന്ന പൂർവികർ. നമ്മളാരെ പിടിച്ചു? വെളിയങ്കോട് ഉമ്മർക്കാദിന്റെ ഒരു കവിത എന്തെന്നറിയോ? നിങ്ങളുടെ പരമ്പര നിങ്ങൾ പുറകിലേക്ക് പോയാൽ ആരാണ്? തീയരാണ്, നായരാണ്, പുലയരാണ്, പറയരാണ്. നമ്മൾ ഇന്ത്യക്കാരെ പാരമ്പര്യം നോക്കിയാൽ, അതുകൊണ്ട് ആരും നിങ്ങളാഴ്ച അങ്ങനെ ഒരു മാനദണ്ഡത്തിലാണ് ഇസ്ലാമെങ്കിൽ എത്ര ഇസ്ലാം ഉണ്ടാവും അവിടെ? എത്ര ഇസ്ലാം ഉണ്ടാവും? നിങ്ങൾ ആലോചിച്ചോക്ക്. അമേരിക്കക്കാരന്റെ ഇസ്ലാം അവരുടെ നാട്ടിലെ കുറെ ആളുകളുടെ, ശ്രീലങ്കക്കാരന്റെ ആൾക്കാർ, ഓരോ നാട്ടിലുള്ള ആളുകളെടുത്തൊക്കെ അവരോടൊക്കെ നമ്മൾ അവർ പറയും ഞങ്ങളുടെ വാപ്പക്കാരണന്മാരുടെ ദീനാണ് എന്ന് പറയുന്ന. ഇപ്പൊ ഇറാനിലെ, ഇറാഖിലെ ആളുകളൊക്കെ പറയാം ഞങ്ങളുടെ വാപ്പക്കാരണന്മാരുടെ ദീനാണ് അല്ലെ. പിന്നെ സൗദിക്ക് പറയാം, സൗദിയിലെ ആളുകൾക്ക് പറയാം ഞങ്ങളുടെ വാപ്പക്കാരണന്മാര്. പക്ഷെ അതുപോലും മതത്തിൽ തെളിവല്ല. ഞങ്ങളുടെ ബാക്കിൽ റസൂലുണ്ട്, സഹാബത്തുണ്ട്, ഞങ്ങളുടെ വാപ്പക്കാരണന്മാരാണെന്ന് പറയുന്നത് പോലും നമുക്ക് റസൂലുള്ളാഹിന്റെ സഹാബത്തിനെ നോക്കാം, ഇടയിൽ കയറി പിടിക്കാൻ പറ്റൂല. നമ്മുടെ നാട്ടിൽ പോലും നമ്മൾ ആലോചിച്ചു നോക്കേ. ഇവിടുന്ന് ഈ കൈപ്പുറത്തുനിന്ന് കൂർക്കപ്പറമ്പ് എന്നൊരു പെൺകുട്ടീനെ, ഇപ്പൊ തൊട്ടപ്പുറത്ത് ഏകദേശം ചെറിയ അരമുക്കാൽ മണിക്കൂർ യാത്ര ചെയ്യേണ്ട ഒരു ദൂരത്തിലുള്ള ഒരാളാണ് ഞാൻ. ഞങ്ങളുടെ നാട്ടിലേക്ക് പെരുമ്പിലാവ് ഭാഗത്തേക്ക് ഒരു പെൺകുട്ടീനെ വിവാഹം കഴിച്ചു കൊടുത്താലേ നമ്മൾ ചോദിക്കും നിങ്ങളുടെ നാട്ടിലെ ചടങ്ങുകൾ എന്തൊക്കെയാണ് അല്ലേ? അവിടെ മരോന്റെ വീട്ടിലെ മരോന്റെ വാപ്പ മരിച്ച നമ്മൾ നിങ്ങളുടെ നാട്ടിൽ 5 ആണോ 4 ആണോ 7 ആണോ അങ്ങനൊക്കെ ചോദിക്കൂലേ ആൾക്കാര്? നിങ്ങൾ ആലോചിച്ച്, നിങ്ങൾ ആരെങ്കിലും ഇന്ന് വരെ ചോദിച്ചിട്ടുണ്ടോ നിങ്ങളുടെ നാട്ടിൽ ലുഹർ എത്രയാ? ഞങ്ങളിവിടെ കൈപ്പറമ്പിലൊക്കെ ലുഹർ 4 ആണ്, ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലയിൽ ലുഹർ എത്രയാ? നമുക്ക് ചോദിക്കേണ്ടി വന്നിട്ടില്ല. ലോകത്തെല്ലായിടത്തും ലുഹർ 4 തന്നെയാ, മഗ്‌രിബ് 3 തന്നെയാ, സുബഹി 2 തന്നെയാ. പക്ഷെ നമ്മുടെ മനുഷ്യനിർമ്മിതമായി കുറെ ആചാരങ്ങൾ കൊണ്ടുവരുമ്പോ അവിടൊക്കെ മാറ്റങ്ങൾ ഇങ്ങനെ കടന്നു വരാൻ. അപ്പൊ ഈ വാപ്പക്കാരന്മാരെ നോക്കിയിട്ടല്ല ദീന് പറയാൻ. അങ്ങനെ പറഞ്ഞാൽ നമ്മളുടെ പരമ്പര പോകുന്നത് എവിടേക്കാണ് നമ്മൾ പരിശോധിക്കുക. അതുകൊണ്ടെന്നും സത്യത്തിന്റെ വക്താക്കളോട് എതിര് പറഞ്ഞ ആളുകളാണ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹ്. ആ പർവ്വതത്തിന്റെ മുകളിൽ കയറി അവരോട് തൗഹീദ് പറയുമ്പോ ആ ജനത പ്രവാചകന്മാരെ എതിർത്ത് പറഞ്ഞ വാക്ക് പോലും എന്താ? തബ്ബല്ലക യാ
അലിഹാദാ ജമഅതനാ, മുഹമ്മദേ നിനക്ക് നാശമുണ്ടാകട്ടെ മുഹമ്മദ്, ഇതിനു വേണ്ടിയിട്ടാണോ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത്? അന്തല്ലദീ ഫറഖ്ത ജമാഅതനാ വസബ്ബബ്ത ആലിഹതനാ, നീ ഞങ്ങളുടെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ കടന്നു വന്നവനാണ്, ഞങ്ങളുടെ ഇലാഹുകളെ കുറ്റം പറയാൻ വന്നവനാണ്. നബിമാരോട് പറഞ്ഞ വാക്ക് ആരോട്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നബിയോട്, നീ ഞങ്ങൾക്കിടെ ഭിന്നിപ്പുണ്ടാക്കാൻ വന്നവനാണ്, ഞങ്ങളുടെ ഇലാഹുകളെ കുറ്റം പറയാൻ വന്നവനാണ് എന്ന രീതിയിൽ പ്രവാചകന്മാരോട് അധിക്ഷേപിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ, പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞാൽ, എന്റെ വാപ്പ നരകത്തിലാണെങ്കിൽ ഞാനും നരകത്തിൽ പൊക്കോട്ടെ എന്ന സമീപനമല്ല സ്വീകരിക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ച് ഈ പ്രമാണങ്ങളൊക്കെ ജനങ്ങളോട് പറഞ്ഞതെന്താ? നിങ്ങളുടെ ആരാധന മുഴുവൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനാകണമെന്നല്ലേ? ആകണമെന്നല്ലേ? അതിലേറ്റവും പ്രധാനമായ പ്രാർത്ഥന പോലും ആരാധനയാണ്, ദുആ ആരാധനയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തോതി നമ്മളോട് പഠിപ്പിച്ചു തന്നു. അദ്ദുആഹു വൽ ഇബാദാ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്ത് ഓതി കൊടുക്കുകയാ. വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ രക്ഷിതാവിതാ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് ദുആ ചെയ്തു കൊള്ളുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, നമ്മോടുള്ള ആരാധനയിൽ ആര് അഹങ്കാരം കാണിക്കുന്നുവോ, ആര് അഹങ്കാരം കാണിക്കുന്നുവോ, ഏത് ആരാധന? പ്രാർത്ഥന എന്ന് പറയുന്ന ആരാധനയില സയ്യദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ, വളരെ നിന്ദ്യനായി അവൻ നരകത്തിലേക്ക് പോകുമെന്നല്ലാഹ്. പ്രാർത്ഥന ആരാധനയാണ്, ആരാധന അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് മാത്രമാണ്. ആയത്ത് പറഞ്ഞു, ഹദീസ് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തു ആഫിറിന്റെ 60-ാമത്തെ ആയത്താണ്. ഈ പ്രാർത്ഥന അല്ലാഹ്ക്കേ പറ്റൂ. അവിടെ മാത്രമല്ല, ഖുർആനിൽ ഈ ആയത്തിൽ മാത്രമല്ല, സൂറത്തു അഹ്ഖാഫിലെ 5-6 ആയത്തിൽ അല്ലാഹ് പറഞ്ഞു, ومن أضل ممن يدعو من دون الله من لا يستجيب له إلى يوم القيامة. ഖിയാമത്ത് നാൾ വരെ ഉത്തരം നൽകാൻ കഴിയാത്തതിനോട് ദുആ ചെയ്യുന്നവനേക്കാൾ ഏറ്റവും വഴികെട്ടവനാരുണ്ട്, ഏറ്റവും വഴികെട്ടവനാരുണ്ട്. എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട്, വഇദാ ഹുശറന്നാസ്, നാളെ ജനങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടുമ്പോ കാനൂലഹും അഅദാ, ഇവർ അവർക്ക് ശത്രുക്കളായി തീരുന്നതാണ്. വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ, ഇവരുടെ ആരാധനകളെ അവർ നിഷേധിക്കുന്നതാണ്. ഏത് ആരാധന? പ്രാർത്ഥന എന്ന് പറയുന്ന ആരാധനയെ അവർ നിഷേധിക്കുമെന്നല്ലാഹ്, അവർ നിഷേധിക്കുന്നതാണെന്ന് റബ്ബ് പറയാ. അപ്പൊ ഖുർആനിന്റെ ആയത്ത് പറഞ്ഞു, ഹദീസ് പറഞ്ഞു, പ്രാർത്ഥന ആരാധനയാണ്. ഇനി സമസ്തയുടെ വാദങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു കവിതകളിൽ അൽ മവാഹിബുൽ ജലിയ, കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലെ കുറ്റിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് മറവ് ചെയ്യപ്പെട്ട തഴവ, കുറ്റിപ്പുറം എന്ന് പറയാം, അവിടെയുള്ള തഴവ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ ഗ്രന്ഥാണ് അൽ മവാഹിബുൽ ജലിയ. നമ്മുടെ നാട്ടിൽ വാദ പറയുമ്പോ ആ വാദിൽ പല വിഷയങ്ങൾക്കും അദ്ദേഹത്തിന്റെ കവിതകൾ ഉദ്ധരിച്ച് കവറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതൊക്കെ പറയും. ഒരുപാട് വിഷയങ്ങൾ അതിലെ അദ്ദേഹം ക്രോഡീകരിച്ചിട്ടുണ്ട്. ഒരു ജീവിക്കും കഴിവില്ല നോക്കാൻ ഫിസ്സമാ, മനുഷ്യനെ മാത്രം റബ്ബ് ചെയ്ത തകർറുമാ. ആകാശത്തിന്റെ വിഹായസിലെ വട്ടമിട്ട് പറക്കുന്ന പറവക്ക് പോലും മുകളിൽ നോക്കാനുള്ള കഴിവില്ല. അത് മനുഷ്യൻ അല്ലാഹു കൊടുത്ത ആദരവാണ്. അങ്ങനെ ആ വിഷയങ്ങള് നമ്മുടെ വീട്ടിൽ കറി വെക്കണ മുരിങ്ങാമരം രണ്ടുള്ള വീട്ടിലെ ഹോലിമാ, കൂട്ടാനെ മുട്ടറിയേണ്ടതില്ലടി ഫാത്തിമ. അങ്ങനെയുണ്ട്. ഈ അള്ളാഹു ശൈത്താൻ ആട്ടി പുറത്താക്കുമ്പോ ശൈത്താന് പേടിച്ച് മൂത്രമൊഴിച്ചു അത്രേ. ആ മൂത്രമൊഴിച്ച സ്ഥലത്ത് മുളച്ചതാണ് വീടിപ്പുകയിലാണ് അദ്ദേഹം പറയുന്നുണ്ട്. പ്രമാണമൊന്നല്ല കേട്ടോ, അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത്
ഞാൻ ഇവിടെ സാന്ദർഭികമായിട്ട് ചോദിക്കണേ, തിന്ന് നടക്കണോ വലിയാവോ ഇല്ല എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. അത് തിന്ന് നടക്കണോ വലിയാവോ ഇല്ല എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പൊ എന്താണെങ്കിലും ഇങ്ങനെ വിഷയം ക്രോഡീകരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, പ്രാർത്ഥന ഇബാദത്താ ഹബീബേ എന്ന് നുഅ്മാനവർ പറയുന്നു നബിയിൽ നിന്ന്. അതുമാത്രമല്ല ഇബാദത്തിന്റെ മജ്ജയാ, പ്രാർത്ഥന ആരാധനയാണെന്ന് നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു പ്രവാചകനിൽ നിന്ന് ഉദ്ധരിക്കുന്നു എന്ന് പറഞ്ഞത് സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാ. അല്ലാഹുവിന്റെ മുത്ത് റസൂല് പറഞ്ഞില്ല, അദ്വാഹു വൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. ഖുർആനിൽ സൂറത്തു ആഫറിന്റെ 60-ാമത്തെ ആയത്ത് ഓതിയിട്ടാണ് ആ പ്രാർത്ഥനയാകുന്ന ആരാധന. അല്ലാഹുവല്ലാത്ത ആരിലേക്കും നിങ്ങൾ തിരിക്കല്ലേ. അല്ലാഹുവിന്റെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും അല്ലാഹുവിനോട് നിങ്ങൾ പങ്കു ചേർക്കല്ലേ എന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ മുന്നിൽ ഒരാളെ കടന്നു വന്നിട്ട് പറയാണ്, ഇൻഷാ അല്ലാഹ് വശിഅതാ, അല്ലാഹു ഉദ്ദേശിച്ചാൽ മുഹമ്മദ് നബിയെ താങ്കളും ഉദ്ദേശിച്ചാലെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് തിരിച്ചു മറുപടി പറഞ്ഞത്, ജഅൽത ലില്ലാഹി നിദ്ദാ, നീ അല്ലാഹ്ക്ക് സമന്മാരെ വെച്ചിരിക്കുന്നു എന്നാണ്. ആരെയാ സമനാക്കിയത്? ആരെയാ അല്ലാഹ്ക്ക് തുല്യനാക്കിയത്? മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും നിങ്ങൾ അത് ചെയ്യല്ലേ എന്നുള്ളതാണ്. ചെയ്യല്ലേ എന്നാൽ അപ്പൊ നമ്മളൊക്കെ പറയും, ഇപ്പൊ നിങ്ങൾ ആലോചിച്ചൊക്കെ ബദരീങ്ങളെ കാക്കണേ, മൊയ്തീശയെ രക്ഷിക്കണേ എന്നൊക്കെ ചോദിക്കാൻ ആളുകളുണ്ട്. നിങ്ങൾ നോക്കി, അടുത്ത സന്ദർഭങ്ങളില് ഒരു യാത്രാ സംഘത്തിന്റെ മുന്നിൽ കാട്ടാന വന്ന് പെട്ടപ്പോ അവരുടെ കാറിന് മുന്നിൽ ആന അവരിലേക്ക് അടുത്തു വരുമ്പോ ഭയവിഹുലരായി അവരുടെ റെക്കോർഡിംഗ് വീഡിയോയിൽ മൊബൈൽ അവർ പകർത്തുമ്പോ ആ വാഹനത്തിലുള്ള മുഴുവൻ ആളുകൾ ഇങ്ങനെ കരയാ, ബദരീങ്ങളെ ബദരീങ്ങളെ വിളിച്ചിങ്ങനെ കരയുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആപത്തിന്റെ സന്നിഗ്ധഘട്ടം. നമ്മൾ എന്താ പറയാന്നറിയോ? ഞങ്ങൾ ഇലാഹ എന്നവരെ വിശ്വസിക്കണില്ല. അല്ലാഹുവല്ലാത്ത ആരോട് തേടുമ്പോഴും, മൊയ്തീശയെ രക്ഷിക്കണേ എന്ന് പറയുമ്പോഴും, ബദരീങ്ങളെ കാക്കണേ എന്ന് പറയുമ്പോഴും, ഇന്ന മഹാനെ രക്ഷിക്കണേ എന്ന് പറയുമ്പോഴും അവരെ ഞങ്ങൾ ഇലാഹാക്കണില്ല. അലിഹ എന്ന് പറയുന്ന അടിസ്ഥാന നാമത്തിൽ നിന്ന് ആപത്തിന്റെ സന്നിഗ്ധ ഘട്ടങ്ങളിലെ വിളി ആരിലേക്ക് തിരിയുന്നുവോ അവൻ ഇലാഹാണ്, അവൻ ഇലാഹാണ്. പറഞ്ഞു മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? വയനാടിന്റെ താമരശ്ശേരിയിലെ ചുരങ്ങനെ ഒരു വാഹനത്തിന് കുറച്ച് ആളുകൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കാൻ, ആ ചുരം കയറുമ്പോ വാഹനത്തിന്റെ ബ്രേക്കിന്റെ കൺട്രോൾ പോകുമ്പോ അതിലൊരാള് പറഞ്ഞു, പടച്ചോനെ രക്ഷിക്കണേ, അവൻ അല്ലാഹുവിനെ ഇലാഹാക്കി. ഒരാള് പറഞ്ഞു, കന്യാമറിയമെ രക്ഷിക്കണേ, അവൻ കന്യാമറിയമെ ഇലാഹാക്കി. ഒരാൾ പറഞ്ഞു, ഗുരുവായൂരപ്പ രക്ഷിക്കണേ, അദ്ദേഹം ഗുരുവായൂരപ്പനെ ഇലാഹാക്കി. ഒരാൾ പറഞ്ഞു, മൊയ്തീശയെ കാക്കണേ, അവൻ മൊയ്തീശയെ ഇലാഹാക്കി. ഞാൻ ഇലാഹാക്കുന്നു എന്നുള്ള വിശ്വാസം വെക്കണമെന്നൊന്നും പറയണ്ട. ആപത്തിന്റെ സന്നിഗ്ധ ഘട്ടങ്ങളിലെ വിളി ആരിലേക്ക് തിരിയുന്നുവോ, ആരിലേക്ക് തിരിയുന്നുവോ അവൻ ഇലാഹാണ്, അവൻ ഇലാഹാണ്. അപ്പൊ നമ്മൾ പറയും, ഞങ്ങൾ അവരോട് നേർക്ക് നേരെ ചോദിക്കണമെന്നില്ല. ഇല്ല, അല്ലാഹ് കൊടുത്ത കഴിവിൽ നിന്നാണ് ചോദിക്കുന്നത് എന്നാണ്. പ്രിയമുള്ളവരെ, ഈ മാരകമായ അപകടമുള്ള വാദമാ ഈ അടുത്ത കാലത്ത് പെരിന്തൽമണ്ണയിൽ നിന്ന് നമ്മൾ കേട്ടില്ലയോ? പടച്ചോനാരാ, മടവൂരാരാ പടച്ചോനാണോ എന്ന് ചോദിക്കുന്നവരോട് പറഞ്ഞോ, നിങ്ങള് മടവൂര് ഞങ്ങളുടെ പടച്ചോനാ എന്ന് പറയുന്ന വാദത്തിലേക്ക് വരെ എത്താനുള്ള കാരണം എന്താണെന്നറിയോ? ഈ കൊടുത്ത കഴിവിന്റെ വാദമാണ്. കാരണം പടക്കാനുള്ള കഴിവ് പടച്ചോൻ കൊടുത്താ പിന്നെ പടച്ചൂടെ എന്നാ ചോദ്യം. മനസ്സിലാവണ്ട? പടക്കാനുള്ള കഴിവ് പടച്ചോൻ കൊടുത്താ പിന്നെ പടച്ചൂടെ എന്നാണ് ചോദ്യം. ഒക്കെ കൊടുത്ത കഴിവെന്നാണെന്ന് പറയും. പ്രിയമുള്ളവരെ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്തൊരു സമുദായം ഉണ്ടായില്ലേ, മക്ക മുശ്രിക്കുകൾ. അവർക്കുള്ള തകരാറ് എന്തായിരുന്നു? അവർക്കുള്ള തകരാറ് അവിടെ നിങ്ങൾ പഠിച്ചാൽ മതി, അവർ അല്ലല്ല എന്ന് പറഞ്ഞവരായിരുന്നില്ല. അല്ല, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പാടെ പേരെന്താ? അബ്ദുള്ള എന്നാണ്. എന്താ ഇതിന്റെ അർത്ഥം? അള്ളാന്റെ അടിമ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിട്ടാണോ വാപ്പാക്ക് പേരിട്ടെ? അല്ലല്ലോ. റസൂലുള്ള ജനിക്കുന്നതിന് മുമ്പ് വെല്ലിപ്പെട്ടു കൊടുത്ത പേരല്ലേ? അല്ലേ? എവിടെ നിന്ന് അള്ളാഹുവിൽ വിശ്വാസം കിട്ടിയേ?
അള്ളാന്റെ മുത്ത് റസൂൽ ജനിക്കുമ്പോ ചോര കുഞ്ഞിനെ കയ്യിലെടുത്ത് അബ്ദുൽ മുത്തലിബ് കഅബാലയത്തിന്റെ അവിടെ പോയി ഒരു കവിത പാടി. അൽ ബിദായത്തു വന്നിഹായ 2ാം വോള്യം 343-ാമത്തെ പേജ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നുണ്ട്. ഇനി ഇത് അംഗീകരിക്കാൻ വയ്യാത്തവർക്ക് റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മുടെ പള്ളിയിൽ ഇരുന്ന് പാരായണം ചെയ്യുന്ന ഷറഫുല്ലന മൗലിദിലും ആ വരിയുണ്ട്. ഇതെന്നറിയോ? അൽഹംദുലില്ലാഹില്ലദീ അഹ്താനി ഹാദൽ ഉലമാ തയ്യിബൽ അർദാനി. ഇത്രയും നല്ല സന്താനത്തെ എനിക്ക് തന്ന അല്ലാഹ്, നിനക്കാണ് സർവസ്തുതിയുമെന്ന അള്ളാന്റെ മുത്തുനബി ധരിച്ചിട്ടേ ഉള്ളൂ. ചോര കുഞ്ഞിനെ കയ്യിലൂടെ വാരിയെടുത്ത് കഅബാലയത്തിന്റെ മുന്നിൽ പോയി അവിടുന്ന് കവിത പാടുന്നു. അൽഹംദുലില്ലാഹില്ലദീ അഅ്താനി ഹാദൽ ഉലമാ തയ്യിബൽ അർദാനി. ഇത്രയും നല്ല സന്താനത്തെ എനിക്ക് തന്ന അല്ലാഹ്, നിനക്കാണ് സർവസ്വതിയും. എവിടെ നിന്നാ വിശ്വാസമുണ്ടായത്? ഹുദൈബിയ സന്ധിയിൽ കരാറൊപ്പ് വെക്കുമ്പോ അവിടുന്ന് സുഹൈല് പറയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതാൻ പറ്റൂല, ബിസ്മിക്കല്ലാഹുമ്മ എന്നെഴുതിക്കോ. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുവേ നിന്റെ നാമത്തിൽ എന്നാണ്. ഇറാഖുഹരത്തിന്റെ മുഖരത്തിൽ ലോകത്തിന്റെ പ്രവാചകൻ ഏകനായിരിക്കുമ്പോ നുബുവത്തിന്റെ ഇളം തെന്നലുമായി മലക്കു ജിബ്രീൽ പ്രവാചകന് മുമ്പ് പെയ്തിറങ്ങിപ്പോയ നിമിഷമുണ്ടല്ലോ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറയുന്ന മനോഹരമായ ആയത്തിറങ്ങുമ്പോ വീട്ടിലേക്ക് പ്രവാചകൻ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. സമ്മിലൂനി യാ ഖദീജ വദസ്സിറൂനി ഖദീജ, എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടിത്താ എന്ന് പറഞ്ഞു വീട്ടിലേക്ക് കടന്നു വരുമ്പോ അവിടുന്ന് ഖദീജ ബീവി പറഞ്ഞൊരു വാക്കുണ്ട്, ലാ യുഹ്സീകല്ലാഹു അബദാ. അല്ലാഹു താങ്കളെ ഒരിക്കലും ദുഃഖിപ്പിക്കുകയില്ല. അല്ലാഹു താങ്കളെ ഒരിക്കലും ദുഃഖിപ്പിക്കുകയില്ല. അപ്പൊ അല്ലാഹ് എന്നവര് പറഞ്ഞിരുന്നു. അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ എന്താ അവരുടെ തകരാറ്? അവരുടെ ഒരു തകരാറ് അവര് പറയാ, ഞങ്ങൾ ഈ മഹാന്മാരോടൊക്കെ തേടുന്നത് അവർക്ക് സ്വന്തമായിട്ട് കഴിവുണ്ടെന്ന് വിചാരിച്ചിട്ടല്ല, കൊടുത്ത കഴിവെന്നാണ്. അവർ മാത്രമല്ല, നമ്മുടെ തൃശ്ശൂര് വൈദ്യമഠം പുറത്തിറക്കിയ ഒരു പുസ്തകമുണ്ട്, ദൈവം ഒന്നോ പലതോ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അതിൽ എഴുതി വെക്ക, ഒരു ദേവീദേവനും ഒരു പുൽക്കൊടി മാറ്റാൻ പോലും സ്വന്തമായിട്ടൊരു കഴിവില്ല, ദൈവം കൊടുത്ത കഴിവല്ലാതെ. കണ്ടോ? നിങ്ങൾ നോക്കി, മക്കയിലെ മുശ്രിക്കുകൾ ഹജ്ജ് ചെയ്തിരുന്നു എന്നാണ്. നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽ പഠിപ്പിച്ച ഈ ഹജ്ജല്ല, അതിന്റെ രൂപത്തിനും ഭാവത്തിനൊക്കെ മാറ്റണ്ട്. ആ ഹജ്ജിനെ അവരെ തൽബിയത്ത് ഇങ്ങനെ ചൊല്ലും, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. അല്ലാഹുവേ നിന്റെ വിളിക്കതാ ഉത്തരം നൽകിയിരിക്കുന്നു അല്ലാഹ്. ലബ്ബൈക ലാ ശരീക ലക, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല അല്ലാഹ്. ഇത് പറയുമ്പോ മുത്തുനബി പറയും ഇവിടെ നിർത്തിക്കോ, പക്ഷെ അവരെ നിർത്തൂല. അതിനെ തുടർത്തിയിട്ട് അവര് പറയും ഇല്ലാ ശരീകൻ ഹുവ ലക, ഒരു പങ്കുകാരനൊഴികെ. ആ പങ്കുകാരനും നിനക്കുള്ളതാണ്. തംലിക്കുഹു വമാ മലക, അവന് ഏതൊന്ന് ഉടമപ്പെടുത്തിയോ അത് നീ ഉടമപ്പെടുത്തി കൊടുത്തതാണ് അല്ലാഹ്. അവർക്ക് സ്വന്തമായിട്ട് യാതൊരു കഴിവുമില്ല, അവര് സ്വന്തമായിട്ട് യാതൊന്നും ഉടമപ്പെടുത്തിയിട്ടില്ല, എല്ലാം നീ കൊടുത്തതാണ് അല്ലാഹ്. അപ്പോ അല്ലാഹ് ആ വിശ്വാസം ഉണ്ടല്ലോ, അല്ലാഹ് കൊടുത്ത കഴിവിൽ നിന്ന് ആ മഹാന്മാരോട് സഹായിക്കാൻ ചോദിക്കുമ്പോ, ലാത്തയോട് ഉസ്സയോട് മനാത്തയോട് ചോദിക്കുമ്പോ, പ്രിയമുള്ളവരെ, എത്രത്തോളം ഇബ്നു ഹജറുൽ അസ്കലാനി ഫത്ഹുൽ ബാരിയിൽ പറയാ, ഹജ്ജിന് വന്നിരുന്ന ആളുകൾക്ക് പായസം വിളമ്പി കൊടുത്തിരുന്ന സ്വാലിഹായ മനുഷ്യനായിരുന്നു ലാത്ത എന്ന് വരെ പറയുന്നുണ്ട്. ആ സ്വാലിഹായ മനുഷ്യനെ ഒരു ആരാധനാ പുരുഷനാക്കുമ്പോ ആ ആരാധനക്ക് ലക്ഷ്യം പറഞ്ഞ എന്താണ്? അവർക്ക് അല്ലാഹ് കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ അവരോട് ചോദിക്കുന്നത് എന്നാണ്. അപ്പൊ ആ വാദം ശരിയല്ല. പിന്നെ നമ്മൾ പറയും നമ്മളൊക്കെ സാധാരണക്കാരല്ലേ, അതുകൊണ്ട് സാധാരണക്കാരെ പടച്ചോനിലേക്കൊന്ന് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവരോടൊക്കെ തേടുന്നത് എന്നാണ്.
അല്ല, ഇവരോടൊക്കെ ചോദിക്കുന്നത് നമ്മൾ സാധാരണക്കാരൻ. അതിന് ഒരു കാലത്ത് കുറെ ഉപമകളൊക്കെ പറഞ്ഞു. അല്ലാഹ് പറഞ്ഞ ട്രാൻസ്ഫോമർ പോലെയാണ്. അതിക്ക് 40-ന്റെ 60-ന്റെ ബൾബൊന്നും നേരിട്ട് ഘടിപ്പിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടയിൽ ചില ഘടകങ്ങളൊക്കെ വേണം. അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹ് പറഞ്ഞ ഒരു ജഡ്ജിയെ പോലെയാണ്. നേരിട്ട് ജഡ്ജിയോട് വാദിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇടയിലെ അഡ്വക്കേറ്റ്സിനെ വെക്കണം. അതേപോലെ അള്ളാഹിനോട് പറയാൻ മധ്യവർത്തികളായിട്ട് അമ്പിയാക്കളെ, ഔലിയാക്കളെ, സ്വാലിഹീങ്ങളെ വെക്കണം എന്നൊക്കെ പറയുന്നത് ഒന്നുങ്ങളെ ഇത്ര വലിയ മണ്ടത്തര. കാരണം അള്ളാഹ് പറഞ്ഞു, വലാ തദ്രിബൂ ലില്ലാഹിൽ അംസാൽ. അള്ളാഹ്ക്ക് നിങ്ങൾ ഉദാഹരണം പറയാൻ പാടില്ല. അള്ളാഹ്ക്ക് ഉദാഹരണം പറയാൻ പാടില്ല. കാരണം അത് ഉദാഹരണങ്ങൾ വന്നാൽ അബദ്ധമാണ്. ഒരു വസ്തുവിനെ മറ്റൊന്നിനോട് ഉപമിക്കണമെങ്കിൽ ഉപമിക്കപ്പെടുന്ന വസ്തുവിനേക്കാൾ അത് കഴിവുള്ളതാവണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ പറ്റി പറയില്ലേ, അവൻ ആള് പുലിയാണെന്ന് പറഞ്ഞാൽ അവനെക്കാളും ശക്തി ആർക്കുണ്ടാവണം? പുലിക്കുണ്ടാവണം. അവന് കണ്ടില്ലേ, കാക്കേനെ പോലെ കറുത്തിട്ടാന്ന് പറയണമെങ്കിൽ ഇവനെക്കാളും കറുപ്പ് ആർക്കുണ്ടാവണം? കാക്കക്കുണ്ടാവണം. അങ്ങനെ അള്ളാഹിനോട് ഒരാൾ ഉപമിക്കണമെങ്കിൽ, അള്ളാഹിനെ മറ്റൊന്നിനോട് ഉപമിക്കണമെങ്കിൽ അള്ളാഹിനേക്കാളും കഴിവുള്ളൊന്ന് വേണ്ടേ? അങ്ങനൊന്നും ലോകത്തില്ല. ഉദാഹരണങ്ങൾ ഈ വിഷയം എടുത്തോ. അള്ളാഹിനോട് തേടുന്ന ഒരു ജഡ്ജിനോട് തേടുന്ന പോലെ എന്ന് പറഞ്ഞാൽ, ഒരു ജഡ്ജ് എന്ന് പറഞ്ഞ വട്ടപൂജയാണ്, ബിഗ് സീറോ. ആ ജഡ്ജിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല. 2 അഡ്വക്കേറ്റ്സ് എന്ന് വാദിക്കുന്നുണ്ട്. അവരുടെ വാദത്തിന്റെ അടിസ്ഥാനത്തിൽ, അവർ ഹാജരാക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ജഡ്ജ് വിധിക്കും. ഒരുപക്ഷെ വാദി പ്രതിയായേക്കും. പടച്ചോൻ അങ്ങനാണോ? അള്ളാഹു ഖബീറാണ്, അള്ളാഹു അലീമാണ്, അള്ളാഹു ലത്തീഫാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് പ്രിയമുള്ളവരെ, അഗാധമായി അറിവുള്ള, സൂക്ഷ്മജ്ഞാനമുള്ള, എല്ലാ വാർത്തകളുടെ അടിവേരുകൾ കൃത്യമായി അറിയുന്ന ഖബീറാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ റബ്ബിനോടാണ് നമ്മളിത് ഉപമിക്കുന്നത്? ആണോ? പാടില്ല. ഇനി അങ്ങനെ അടുപ്പിക്കാൻ ആരുടെ ആവശ്യമുണ്ടോ? മക്കയിലെ മുശ്രിക്കീങ്ങൾ പറഞ്ഞത് ലാത്തയോടും മുസ്സയോടും ഞങ്ങൾ തേടാനുള്ള കാരണം എന്താ? ഖുർആനിലെ 39-ാം അധ്യായം സൂറത്ത് സുമർ 3-ാമത്തെ ആയത്ത്, മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അല്ലാഹുവിലേക്ക് ഞങ്ങളെ കൂടുതലായി അടുപ്പിക്കാനല്ലാതെ ഞങ്ങൾ ഇവരോട് തേടുന്നില്ല. ഞങ്ങൾ ഇവരോട് തേടുന്നില്ല. എന്തിനാണ്? റബ്ബിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാനാ. പ്രിയമുള്ളവരെ, ആത്മാർത്ഥമായി പരിശോധിച്ചോ. റബ്ബിലേക്ക് അടുപ്പിക്കാൻ ഒരാളുടെ ആവശ്യമുണ്ടോ? 3 ഖുർആനിന്റെ ആയത്തുകൾ പറഞ്ഞു തരാ. ഒന്ന് വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്ത് ബഖറ 186-ാമത്തെ ആയത്താണ്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. റസൂലേ, എന്നെ കുറിച്ചെങ്ങാനും എന്റെ അടിമ താങ്കളോട് ചോദിക്കുമ്പോ പറഞ്ഞു കൊടുക്കണേ നബിയേ, അല്ലാഹു വളരെ അടുത്തുള്ളവനാ. നമ്മളുടെ നാട്ടിലെ സമസ്തയുടെ വിശ്വാസമാണ് ശരിയെങ്കിൽ അള്ളാന്റെ മുത്ത് നബിയോട് എന്താ പറഞ്ഞു കൊടുക്കാൻ പറയേണ്ടത്? അല്ലാഹ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ പോലുള്ള സാധാരണക്കാർക്ക് അടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇടയിൽ മധ്യവർത്തികളായി പ്രവാചകന്മാരെ വെച്ചോ എന്നല്ലേ പറയേണ്ടത്. പക്ഷെ അല്ലാഹ് പറഞ്ഞത് അങ്ങനെയല്ല. ഞാൻ വളരെ അടുത്തുള്ളവനാ. വിളിക്കുന്നവരെന്നെ വിളിച്ചാൽ അവന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകുമെന്നല്ലാ. അവന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകുമെന്നല്ലാ. 2-ാമത്തെ ആയത്ത് സൂറത്തു ആഫിറിലെ 60-ാമത്തെ ആയത്ത്, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ രക്ഷിതാവിതാ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാ. ചോദിച്ചോ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാ. 3-ാമത്തെ ആയത്ത് 50-ാം അധ്യായം സൂറത്തു ഖാഫ് 16-ാമത്തെ ആയത്താണ്. വലഖദ് ഖലഖനൽ ഇൻസാൻ. മനുഷ്യനെ സൃഷ്ടിച്ചവൻ നാമാണ്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു. അവന്റെ മനസ്സ് മന്ത്രിക്കുന്നത് പോലെ എനിക്കറിയാം. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. മനുഷ്യന്റെ നാടി ഞരമ്പുകളെക്കാൾ ഞാൻ അടുത്തുള്ളവനാണെന്നല്ലാഹ്. അവന്റെ നാടിഞ്ഞരമ്പുകളെക്കാളും അടുത്തുണ്ട്. ഈ 3 ഖുർആനിന്റെ ആയത്തും മുന്നിൽ വെച്ചിട്ട് പറ, ഇനി ആ റസൂലിലേക്ക് അടുപ്പിക്കാ. അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ മധ്യവർത്തികളുടെ ആവശ്യമുണ്ടോ? മീഡിയേറ്റർമാരുടെ ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല.
ഇല്ല. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ മധ്യവർത്തികളെ വേണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അള്ളാഹ് കൊടുത്ത കഴിവുകൊണ്ട് ചോദിക്കേണ്ട ആവശ്യമില്ല, അടുപ്പിക്കാൻ ഒരാളെ വെക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് പറയാ ഞങ്ങളിത് ചൊല്ലുമ്പോ സങ്കല്പിക്കാനുണ്ട്. എന്താണ് അത്? അവരോടല്ല. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ മങ്കൂസ് മൗലിദൊക്കെ ഓതൂലോ, നമ്മളൊന്ന് കനത്തിൽ മനസ്സിലാക്കണം കേട്ടോ. എത്ര കളവാ മുത്തനബിയുടെ പേരിൽ പറയണേ. മങ്കൂസ് മൗലിദിന്റെ 2 ഹിക്കായത്ത് ഓതുമ്പോഴേക്ക് മിനിമം 51 കളവ് അള്ളാന്റെ മുത്തനബിയുടെ പേരിൽ പറഞ്ഞിട്ടല്ലാതെ നമ്മളത് ചൊല്ലണില്ല. ഹദീസിന് വൈരുദ്ധ്യം പറഞ്ഞിട്ടല്ലാതെ നമ്മളത് ചൊല്ലണില്ല. എന്നിട്ട് അതില് നമ്മുടെ ആൾക്കാരൊക്കെ ഇങ്ങനെ ചൊല്ലും. എന്താ? നബിയോട് ഇങ്ങനെ അവരാധിപ്പെടൂലേ? ارتكبت على الخطا وراء حسر وعداد لك أشكو فيه يا سيدي خير النبي കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി അങ്ങയോടന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. നബിയെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് റസൂല്. പാകങ്ങൾക്ക് മേലെ യാത്ര ചെയ്യുന്നവനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നബിയെ അങ്ങയോട് ഞാൻ ആപരാധിപ്പെടുന്നു. അല്ലേ? അപ്പൊ ഇവിടെ ആപരാധിപ്പെട്ടത് ആരോട്? മുത്തനബിയോട്. അപ്പൊ ഉസ്താദുമാര് പറഞ്ഞത് നബിയോടാണ് തേടുന്നെങ്കിൽ അവിടെ നമ്മൾ എന്ത് സങ്കല്പിക്കണം? അള്ളാന്റെ നബിക്ക് അള്ള കൊടുത്ത കഴിവുകൊണ്ട് നബിയോട് ആപരാധിപ്പെടുന്നു എന്ന് സങ്കല്പിക്കുന്നുണ്ട് എന്നാണ്. ഈ സങ്കല്പം ഭയങ്കര രസമാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഈ സങ്കല്പിക്കണോണ്ടുണ്ടാവുന്ന അപകടം എന്താ? ഞാൻ ചോദിക്കണത്, ഇത് സങ്കല്പിക്കാൻ അത് ശരിയാണെന്ന് തന്നെ വെക്കാം. സങ്കല്പിക്കാൻ അറിയാത്ത സാധാരണക്കാരന്റെ അവസ്ഥ എന്താ? ഇപ്പൊ നാട്ടിൽ പള്ളിയിൽ വന്ന് മങ്കൂസ് മൗലൂദ് ഓതുന്ന എല്ലാ ആൾക്കാർക്കും ഇർത്തക്കബത്ത് കാണാണ്ടറിയാം, അല്ലെ? ഇവർക്കൊക്കെ സങ്കല്പിക്കാൻ അറിയും, ഇവർക്കൊക്കെ ആശയങ്ങൾ അറിയാം. മൊയ്ലന്മാര് സങ്കല്പിച്ചിട്ടാണ് തുടങ്ങുക. ഞാൻ ചെറിയൊരു അനുഭവങ്ങളോട് പറയാം. ഞങ്ങള് നാട്ടില് പള്ളി ദർശോധന സമയത്ത് പള്ളിയുടെ ടോയ്ലറ്റ് ഇങ്ങനെ പുകവുണ്ട്. അപ്പൊ ഉസ്താദ് ചൂരിലായിട്ട് പോയി. അപ്പോ അന്ന് അവിടെ പഠിച്ചിരുന്ന ഒരു മുത്തല്ലിമ് ബീഡി വലിച്ചതാണ്, ടോയ്ലറ്റിന്റെ ഉള്ളിൽ നിന്ന് ബീഡി വലിച്ചതാണ്, കാജാ ബീഡി. അപ്പോ അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് പിന്നെ പുറത്തേക്ക് നല്ലപോലെ ചൂരലുണ്ട് നല്ല അടിച്ചു, പുറത്തേക്ക് തന്നെ അടിച്ചു. ഇങ്ങനെ മീന് വരിഞ്ഞ പോലെ ഇങ്ങനെ പുറണ്ട്. എന്നിട്ട് ഖുർആൻ കയ്യിൽ കൊടുത്തിട്ട് ഖുർആനെ സാക്ഷി നിർത്തി അള്ളാഹിനെ കൊണ്ട് സത്യം ചെയ്യാന്നൊക്കെ പറഞ്ഞ് സത്യം ചെയ്യുന്നറിയോ, ഇനി മേലാല് പുകവലിക്കില്ല എന്നൊക്കെ സത്യം ചെയ്ത് ഇഷാ ഒക്കെ കഴിഞ്ഞ്, ആദ്യത്തെ മഗ്‌രിബ് കഴിഞ്ഞുള്ള ദർസ് കഴിഞ്ഞ് ഇഷാ കഴിഞ്ഞ്, അന്ന് പള്ളിയിലൊക്കെ ഹദ്ദാദൊക്കെ ചൊല്ലു. ഹദ്ദാദ് കഴിഞ്ഞിട്ടാണ് പിന്നെ ജമാഅത്തൊക്കെ നിസ്കരിക്കുക. അതൊക്കെ കഴിഞ്ഞ് ഓരോരുത്തര് ചോറ് തിന്നാൻ വേണ്ടി ഓരോ വീട്ടിലേക്ക് ഇങ്ങനെ പോവാൻ. അപ്പൊ ഞാൻ എന്റെ വീട്ടിലേക്ക്, എന്റെ നാടാൻ പോകുമ്പോ ഞങ്ങളിങ്ങനെ ഒരുമിച്ച് പോകുന്ന സമയത്ത് കടയുടെ മുന്നിൽ എത്തിയപ്പോ അവൻ സിഗരറ്റ് വാങ്ങാൻ വേണ്ടി പോയി. എന്തോ 1 രൂപയാണ് ഒരു സിഗരറ്റ്. അത് വാങ്ങാൻ വേണ്ടി പോയപ്പോ നമുക്കൊക്കെ ഒരു അത്ഭുതം എന്ന് വെച്ചാല്, ഇപ്പൊ സത്യം ചെയ്തിട്ട് മണിക്കൂർ പോലും ആയിട്ടില്ല അടി കിട്ടിയിട്ട്, അതിന്റെ മേലെ സത്യലംഘനാണ്. അപ്പൊ അവരോട് ചോദിച്ചപ്പോൾ പറയാം, അതിന് പ്രശ്നമൊന്നുമില്ല, ഞാൻ സത്യം ലംഘിക്കണമൊന്നുമില്ല, ഞാൻ സത്യം ചെയ്യുമ്പോൾ തക്ദീർ ചെയ്തിരുന്നു പള്ളി കോമ്പൗണ്ടില് എന്ന് പറഞ്ഞാല് സങ്കല്പിച്ചിരുന്നു പള്ളി കോമ്പൗണ്ടില്, അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല എന്നാ ഞാൻ പറഞ്ഞെന്താ അറിയോ. ഞാനിതൊരു അനുഭവം കൊണ്ട് എടുത്ത് പറഞ്ഞു. ഇപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കും, ഇവരൊക്കെ ഏതെങ്കിലും പള്ളിയിലെ മുദരിസുമാരോ ഖത്തീബുമാരോ ഒക്കെ ആയിരിക്കും. അവരെ നയിക്കുന്ന ഉമ്മത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ആലോചിച്ച് നോക്കിയാൽ, അന്നൊക്കെ ആളുകള് ഈ നിസ്കാരമൊക്കെ കുളിയൊക്കെ കഴിഞ്ഞിങ്ങനെ വരുമ്പോ നനഞ്ഞ തോർത്തുമുണ്ട് മയ്യത്തും കട്ടിലിന്റെ മേലെ ഇങ്ങനെ വിരിച്ചിടും. എന്തിനാന്നറിയോ? ഒരു വിശ്വാസം, ഒരാൾ മരിക്കും. എന്തിനാ മരിക്കണേ? ഇവിടെ ഓദ്യ പലരും കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട്, അതിന്റെ പരിചയം കൊണ്ട് പറയാ. എന്തിനാണ് മരിക്കണേ? നിങ്ങളറിയോ, ഈ രാവിലെ ചായക്കട പോയിട്ട് ഒരു ചായ കുടിച്ചാല്, ഒരു ബിസ്ക്കറ്റ് കഴിച്ചാല്, അതുപോലെ പേസ്റ്റ് ബ്രഷ് വാങ്ങിയാല് അവിടൊക്കെ ആ കടയിൽ ഇങ്ങനെ പറ്റുണ്ടാവും. ഈ പറ്റ് തീർക്കണത് ആരെങ്കിലുമൊക്കെ മരിക്കണ സമയത്ത് അവിടെ നിന്ന് ഊത്തും, പിന്നീട് അവിടെ നിന്ന് പോണ ഹത്തപ്പരിയും, അവിടുത്തെ 5,000 40 കുറച്ചു കാലത്തേക്കുള്ള വരുമാനങ്ങളും റബീഉൽ അവ്വൽ മാസത്തിലെ വരുമാനം കൊണ്ട് കടയിലെ കണക്കുകളൊക്കെ തീർത്തു കൊടുക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ കണക്ക് ഇങ്ങനെ കൂടുമ്പോ കുളി കഴിഞ്ഞ് വരുന്ന ഈ തോർത്തുമുണ്ട് മയ്യത്ത് കെട്ടുമ്പോ വിരിച്ചാൽ ഒരു വിശ്വാസം, ആരെങ്കിലുമൊക്കെ മരിക്കും. ഇവര് നയിക്കണ സമൂഹമാണല്ലോ ഇപ്പൊ മുന്നിലുള്ളത്. അതുകൊണ്ട് വേദന കൊണ്ടൊന്ന് പങ്കുവെച്ചൊന്ന് മാത്രം. അപ്പൊ ഈ സങ്കല്പിച്ച് പറഞ്ഞ് ആളുകളുടെ വിശ്വാസങ്ങളെ ഭാഷ അറിയാമെന്ന് കരുതി ആളുകളുടെ വിശ്വാസങ്ങളെ വസ്വാസിലേക്ക് കൊണ്ടുപോകരുത് എന്നുള്ളതാണ്. ഇനി മനസ്സിലാക്കുക, നിങ്ങൾ അള്ളാഹുവിനോടുള്ള വിശ്വാസത്തിൽ പോലും തകരാറുകൾ നമുക്കിടയിലൂടെ കടന്നു വന്നു. നിങ്ങൾ നോക്ക്, ഞാനിത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. നിങ്ങൾ നോക്ക്, നമ്മുടെ നാട്ടിലെ ഈ മാലമൗലിദുകളുടെ അതിപ്രസരം വന്നു. സുന്നത്തായ ആചാരങ്ങളിൽ ജീവിക്കാൻ നമുക്ക് താല്പര്യമുണ്ട്. ഒരിക്കലും
അള്ളാഹു അല്ലാത്ത ഒരാളോട് പോലുള്ള തേട്ടം വരില്ല. അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിയാസ എന്ന് പറഞ്ഞിട്ട് ഇപ്പോ നമ്മൾ പറയില്ലേ, ബദരീങ്ങളെ കാക്കണേ, മൊയ്തീഷയെ രക്ഷിക്കണേ എന്ന് പറയുന്ന പോലെ ഒരു തേട്ടം പോലും ഞാൻ ഈ പറയുന്നത് കൂർക്കപ്പറമ്പിന്റെ മണ്ണിൽ വെറുതെ പറയുന്നതല്ല. നിങ്ങൾക്ക് ചെല്ലാം വിശുദ്ധ ഖുർആനിന്റെ ഒരു കോപ്പിയുമായി, ഒരു കയ്യിൽ ഒരു പേജുമായി, ഒരു പേനയുമായി ഇവിടെ തിരുവേഗപ്പുറത്തോ കൈപ്പുറത്തോ കൂർക്കപ്പറമ്പിലോ അങ്ങ് കൊപ്പത്തോ സ്വീകാര്യനായ മുദർരിസിന്റെ മുഅല്ലിമിന്റെ ഒരുപാട് സഖാഫിമാരും ഉസ്താദുമാരുമുള്ള നാടല്ലേ നിങ്ങളുടെ പരിസരത്ത് മുഴുവൻ. അവിടെ നിങ്ങൾ ചൊല്ലേ, അവരുടെ കയ്യിൽ ആ ഖുർആൻ കൊടുക്കുന്നിട്ട് പറ, ഈ ഖുർആൻ ഇറങ്ങിയത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രവാചകനിലൂടെയല്ലേ? ആ റസൂലുള്ളാഹിക്ക് മുമ്പ് ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ ഇവിടെ കടന്നു പോയിട്ടില്ലേ? അതിൽ മുൻകടന്നു വന്ന ഏതെങ്കിലും ഒരു പ്രവാചകനോടോ, ഏതെങ്കിലും ഒരു പ്രവാചകൻ അല്ല കൊടുത്ത കഴിവ് കൊണ്ടോ, ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ടോ ഒരു പ്രാർത്ഥന അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് കാണിച്ചു തരാൻ സാധ്യമാണോ? ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ കാണാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ഇനി ആ ഖുർആൻ പറഞ്ഞ മഹാരഥന്മാരായ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെയുള്ള ഒരുപാട് ആളുകളെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ആരെങ്കിലും ഒരാളോട് തേടുന്ന അവസ്ഥകൾ ഖുർആനിലുണ്ടോ? ഇനി ഹദീസ് ഗ്രന്ഥങ്ങൾ എടുക്ക, ഒരുപാട് പ്രാർത്ഥനകളെ കാണാം. വീട്ടിലേക്ക് കയറുമ്പോ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ, പുതുവസ്ത്രം ധരിക്കുമ്പോ, ഇടിമിന്നൽ ഉണ്ടാകുമ്പോ, ക്ഷുദ്രജീവികളുടെ അക്രമങ്ങളെ ഭയപ്പെടുമ്പോ, കടക്കണിയിലൂടെ കുടുങ്ങുമ്പോ ഒരുപാട് പ്രാർത്ഥനകളെ റബ്ബി റബ്ബന അല്ലാഹുമ്മ എന്നല്ലാതെ ഏതെങ്കിലും ഒരു മഹാനെ കൊണ്ട് തേടുന്ന ഒരു സമ്പ്രദായങ്ങളില്ല. ഖുർആൻ നിങ്ങൾ എടുത്ത ഫാത്തിഹ മുതൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാദിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബി ഇബ്നി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്നി മിൻ ഫിർഔന വഅമലിഹി വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനി അദ്ദുർ വഅൻത അർഹമർ الراحمين قال رب انصرني بما كذبون سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار ربنا إننا سمعنا منادي ينادي للإيمان أن آمنوا بربكم فآمنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. സ്ക്വയർ ഫീറ്റ് കണക്ക് പേപ്പർ ഉണ്ടോ? അള്ളാഹുവിനോട് മാത്രമുള്ള പ്രാർത്ഥന എഴുതി തരാം. അതല്ലാതെ കാണില്ല പ്രിയമുള്ളവരെ. സഹാബത്തെ ലോകത്തെ ഏറ്റവും വലിയ ഔലിയാക്കള്, അവരോട് തേടുന്ന തേട്ടം ഇല്ല. നമ്മുടെ നാട്ടില് സാധാരണങ്ങള് കുത്തുബിയത്ത് കേട്ടിട്ടുണ്ടാവും, മൊയ്തീഷയുടെ പേരില്ല. കുത്തറാത്തീബ് കേട്ടിട്ടുണ്ടാവും, റിഫായി ഷെയ്ഖിന്റെ പേരില്ല. റിഫായി ഷെയ്ഖിനെ വിളിച്ചൊരു കുത്തലാണ് കുത്തറാത്തീബ് അല്ലെ? അവിടെ മങ്കൂസ് മൗലിദ് ഓതി റാത്തീബ് ചൊല്ലി കയ്യിൽ ഇങ്ങനെ കുത്തും, വെളിച്ചപ്പാട് തുള്ളണ പോലെ തുള്ളിയിട്ട്. അതിലൊക്കെ വലിയ തട്ടിപ്പാണ്. ഞാൻ നിങ്ങളോട്, നമ്മള് പട്ടാമ്പി പ്രദേശത്തുള്ള ആളുകളല്ലേ, നമ്മളെ മൂക്കിന്റെ താഴെ അഡ്രസ് ചെയ്തും തരാൻ നമ്മൾ തയ്യാറാണ്. മദ്യപിച്ച് ലഹരിക്ക് മത്തുകെട്ട് നടക്കാൻ പോകുന്ന ആൾക്കാർക്കാണ്, കുത്താൻ നടക്കുന്ന ആൾക്കാര്. ഇവിടെ പ്രസിദ്ധമായ ഒരു ടീമൊക്കെ ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അവരെ സഹായിക്കലാണോ റിഫായി ഷെയ്ഖിന്റെ പണി? അവരെ സഹായിക്കലാണോ? ചവിട്ടിട്ടാ പോലും പടിഞ്ഞാറോട്ട് പോയിട്ട് സുജൂദിൽ വീഴാത്ത ആൾക്കാരുണ്ട്. അവരാണ് വൈകുന്നേരം റാത്തീബിന് കുത്താൻ പോണേ. വെറുതെ പറയില്ലട്ടോ, തെളിവ് സഹിതം കയ്യിലുള്ളത് കൊണ്ട് പറയാൻ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇവിടെ പ്രസിദ്ധമായ കുത്തറാത്തീബ് ടീമുണ്ട്. അതിൽ കുത്താൻ പോണ ആളുകളെ ചെറുപ്പം മുതൽ നമുക്ക് അറിയലുണ്ടും അവരുമായി ബന്ധമുള്ളത് കൊണ്ടും പറയണത്. ഞാൻ പേരും അഡ്രസ്സും പറഞ്ഞാലും നെഗറ്റീവ് പറയാനല്ല, പക്ഷെ ഒരു വസ്തുത നിങ്ങൾ മനസ്സിലാക്ക്. ഈ മദ്യപിക്കുന്നവരെയും ലോട്ടറി കച്ചവടം ചെയ്യുന്ന ആളുകളെയും ഇതൊക്കെ കൃത്യം എവിഡൻസിലാ പറയണേ. ആ ലോട്ടറി കച്ചവടം ചെയ്യുന്നവരെയും അവര് കുത്തുമ്പോ സഹായിക്കലാണോ റിഫായി ഷെയ്ഖിന്റെ പണി? ആണോ? അതങ്ങനെ മുമ്പ് അങ്ങനൊക്കെ തേടി, ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ സത്യത്തിൽ ഇത് വിളിക്കുന്നതിന് എന്റെ കൂടെ തന്നെ വിളിക്കാനറിയോ? യാ ജിബ്രീലു യാ മീകായിൽ യാ ഇസ്രാഫീൽ യാ അസ്റായീൽ. ജിബ്രീലേ, മീകായിലേ, ഇസ്രാഫീലേ, അസ്റായീലേ എല്ലാരും വിളിച്ചിട്ട കുത്ത. നിങ്ങൾ ആലോചിച്ചൊക്കെ ഇവരുടെ വിശ്വാസപ്രകാരം ഇപ്പൊ അസ്റായീല് റൂഹ് പിടിക്കാൻ ആളെ വിളിച്ചിട്ട് കുത്തിയാൽ ആളെങ്ങാനും വന്നുള്ള അവസ്ഥ എന്തായിരിക്കും അല്ലേ? അപ്പോ
ഇങ്ങനെ ഈ ആളുകളോടൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ കുത്തുന്ന ഈ സമ്പ്രദായങ്ങൾ, അപ്പൊ അത് റിഫായി ഷെയ്ന്റെ പേരിലാണ്. ഇങ്ങനെ ഓരോരുത്തരുടെ പേരില്ല. ഞങ്ങളോട് ചോദിക്കാം, ഇവരെക്കാളൊക്കെ മഹാരഥന്മാരായ ആളുകൾ മുന്നേ പോയിട്ടില്ലേ? നിങ്ങൾ ആരെങ്കിലും ഒരു ഉമർ കുത്തുബിയ്യത്ത് കേട്ടക്കണം ഉണ്ടോ? ഒരു അമ്രുബിൻ ലാസ് മൗലൂദ് അങ്ങനെയൊക്കെ കൊണ്ടുവരും കേട്ടോ. അപ്പോ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ കുട്ടികളുടെ ബർത്ത്ഡേ ഒക്കെ ഇപ്പോ യൂസുഫ് നബിയുടെ പേരിൽ ഒരു മൗലൂദ്, അങ്ങനെ ഒരു മൗലൂദൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ പേരിൽ ഉണ്ടാക്കുമ്പോ ഇതൊക്കെ കൊണ്ടുവരുമ്പോ ഇതിലെ പ്രശ്നങ്ങളിൽ അതൊക്കെ ഇതിൽ അള്ളാഹുവിന് മനസ്സിലാക്കുന്നിടത്ത് മാറി റബ്ബല്ലാത്തവരോട് ഞാൻ ഒരൊറ്റ ഉദാഹരണം മാത്രമേ പറയുന്നുള്ളൂ. മൊയ്തി ഷെയ്ഖിന്റെ മുമ്പിലെ അദ്ദേഹത്തിന് ഒരു മുരീദ് വന്നിട്ട് പറഞ്ഞു, ഷെയ്ഖ് എനിക്ക് കുട്ടിയില്ല. മര്യാദയുള്ള സീരിക്കോരോ കുട്ടിയെ മന്നാനെ നൽകി നീ എന്ന് മോഴിന്തോവർ മറുപടി ലൗഹില്ല അവർക്കില്ല പിള്ളകൾ മുറുക്കുന്നു 2 കോടുക്ക് നീ ദയ്യാനെ കൊടുക്കാൻ എളുപ്പത്തിയില്ലെങ്കിൽ 3 കൊടുക്കേണമങ്ങിനെ 8ഓളം വിണ്ടോവർ. നിങ്ങൾ നോക്കിയേ, 7ഓളം വിണ്ടോവർ. ഒരു ഷെയ്ഖിന്റെ മുരീദ് വന്നിട്ട് പറഞ്ഞു, ഷെയ്ഖിന്റെ എനിക്ക് സന്താനില്ല. ഉടൻ തന്നെ ഷെയ്ഖ് അള്ളാഹിനോട് പറഞ്ഞു, ഷെയ്ഖ് എന്റെ മുരീദിന് സന്താനത്തെ കൊടുക്കല്ല. അപ്പൊ അള്ളാഹ് പറയാ, നിന്റെ മുരീദിന് ലൗഹുൽ മഹ്ഫൂദിലെ സന്താനല്ല. ലൗഹുൽ മഹ്ഫൂദ് അല്ലാഹു ലോകത്താദ്യമായി പടച്ചത് ലൗഹിലെ കലമാണ്. ആ പേനയോട് എന്തൊന്ന് എഴുതി വെക്കാൻ പറഞ്ഞോ അതേ ലോകത്തിലൂടെ നടക്കൂ എന്നുണ്ടെങ്കിലോ ഷെയ്ഖിന്റെ മുരീദിന് ലൗഹിലെ സന്താനമില്ല. ഉടനെ തന്നെ ഷെയ്ഖ് പറയാണ്, 1 കൊടുക്കാൻ പറ്റൂലെന്നോ? എങ്കിൽ 2 കൊടുക്കല്ല. അല്ല പറഞ്ഞു 2 കൊടുക്കാൻ പറ്റൂല, എങ്കിൽ 3 കൊടുക്കല്ല. അല്ല പറഞ്ഞു 3 പറ്റൂല, അങ്ങനെ 4 പറഞ്ഞു, 5 പറഞ്ഞു, 7 വരെ പറഞ്ഞപ്പോ 800 വീടും മുമ്പായിറയവൻ എങ്കി ഞാൻ 7 കൊടുക്കാമതെന്നോവർ. 8 എന്ന് പറയുമെന്ന് പേടിച്ചിട്ട് അല്ല പറഞ്ഞു, എന്നാ ഞാൻ 7 കൊടുത്തോടാ. ഇതുകൊണ്ട് എന്താ കിട്ടണേ? നിങ്ങൾ നോക്കി, അള്ളാഹുവിന്റെ ലൗഹില് അള്ളാഹു തെരൂല എന്ന് വിധിച്ചു വെച്ചതിന് ആര് വാങ്ങിക്കൊടുക്കണോ? ഷെയ്ഖ് വാങ്ങിക്കൊടുക്കണോ? അപ്പൊ പടച്ചോന്റെ മേലേക്കാളും അധികാരം ആർക്കുണ്ട്? മൊയ്തി ഷെയ്ഖിനുണ്ട്. സാധാരണക്കാരൻ അള്ളാനെ വിട്ടു മൊയ്തി ഷെയ്ഖിനെ പിടിച്ചു. അതല്ലേ ഉണ്ടായത് അല്ലേ? അടുത്ത നമ്മളുടെ ഒരു ഫൈസി പറഞ്ഞില്ലേ, അള്ളഹാനോട് തേടുന്ന പറഞ്ഞ ലോക്കൽ KSRTC പോണ പോലെയാണ്, മഹാന്മാരോട് തേട് പറഞ്ഞ ബെൻസ് കാറി പോണ പോലെ. നമ്മളുടെ മുമ്പിൽ ഒരു KSRTC ബെൻസ് വന്നാല് സൗകര്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ? ഈ നിർത്തി കട്ട്റോട്ടി കൂടെ ഇങ്ങനെ ഉടനെ KSRTC കയറോ? അതല്ല, ബെൻസ് കാർ നമ്മൾ യാത്ര ചെയ്യോ? സാധാരണക്കാരൻ ബെൻസ് കാർ പിടിച്ചു, KSRTCനെ വിട്ടു. ആരെ എന്തിനോട് ഉപമിക്കുന്നു എന്ന് ഇവർ മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ പ്രിയമുള്ളവരെ, ഇതിന്റെ അപകടങ്ങളിൽ ആരുടെ പേരിലാണോ മൗലിദ് നടക്കുന്നത് അവരോട് തേടുക. ഇപ്പൊ നിങ്ങൾ നോക്കി, മരിക്കണ നേരത്തെ സഹായതേട്ടം നടത്തുന്നുണ്ടല്ലോ. ഈ സഹായതേട്ടം മഞ്ഞക്കുളത്തെ ആളോട് തേടുന്നുണ്ട്, മമ്പറ മൗലിദിൽ തേടുന്നുണ്ട്, അയിലക്കാട് സിറാജുദ്ദീനോട് തേടുന്നുണ്ട്, 313ഓളം വരുന്ന ശുഹദാക്കളോട് തേടുന്നുണ്ട്, ബുർദയിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടുന്നുണ്ട്. സത്യത്തിൽ ഒരു സമസ്തക്കാരൻ മരിക്കുമ്പോ അവൻ വിളിച്ച ആളുകളൊക്കെ അവന്റെ വീട്ടിൽ വന്ന പിന്നെ അവിടെ സ്ഥലം ഉണ്ടാവില്ല എന്ന് MP-യുടെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഹജ്ജ് കഴിഞ്ഞിട്ട് ഇങ്ങനെ നാട്ടിലേക്ക് വരുന്ന ആളുകൾ കപ്പലിലാകെ പ്രയാസം വന്ന് ഭാരങ്ങനെ കൂടിയപ്പോ കപ്പലിങ്ങനെ ആടി വരയുന്ന രംഗം വന്ന ആളുകളൊക്കെ ബേജാറായി വെയിറ്റുകളൊക്കെ എടുത്ത് കടലിലേക്ക് എറിയാൻ പറഞ്ഞപ്പോ ഒരുത്തൻ സങ്കടപ്പെട്ടൊരു വിളിക്കന്റെ ബദരീങ്ങളെ പറഞ്ഞ വിളിക്കാൻ. അപ്പൊ അദ്ദേഹം പറയണം, അല്ലെങ്കിൽ തന്നെ വെയിറ്റ് കൂടിയിട്ടാണ് ഉള്ള ചരക്കൊക്കെ ഇപ്പൊ കടലിലേക്ക് നൈക്കുടഞ്ഞ് 300 ചില്ലാൻ ആൾക്കാരും കൂടെ കപ്പലിൽ കയറ്റിയാലുള്ള അവസ്ഥ എന്താ എന്ന് പറഞ്ഞ പോലെ ഇവരെല്ലാരും വിളിക്കുന്ന ആളുകൾ മരണനേരത്ത് വന്നാൽ അവിടെ സ്ഥലം ഉണ്ടാവില്ല. ആരുടെ പേരിലാണ് അവരോട് തേടാൻ? പക്ഷെ അവരാരാണ്? അവരുടെ ആദർശം എന്താണ്? അങ്ങനെ പഠിച്ചിട്ടുണ്ടോ നമ്മള്? അങ്ങനെ പഠിച്ചിട്ടുണ്ടോ പ്രിയമുള്ളവരെ? മുഹിയുദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് തേടുന്നവർ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ പോലും കണ്ടിട്ടില്ല, അതെന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഇവിടെ നിന്ന് കോഴിക്കോട് നിന്ന് വന്ന മുഹിയുദ്ദീൻമാര, തമിഴ്നാട്ടിൽ നിന്ന് വന്ന സദഖത്തുല്ലാഹിൽ കാഹിലിയുടെ കുതുബിയത്ത്, മുഹിയുദ്ദീൻ ഷേഖിന്റെ കൈപ്പട കൊണ്ടെഴുതിയ ഫത്ഹുർ റബ്ബാനി, ഫുതൂഹുൽ ഉയ്ബ്, മറ്റുള്ളവർ കൈകടത്തി എന്ന് പറയപ്പെടുന്ന ഉൻയാലി ത്വാലിബീൻ തുടങ്ങിയ ഗ്രന്ഥങ്ങളെ കണ്ടിട്ടോ അറിഞ്ഞിട്ടോ കേട്ടിട്ട് പോലുമില്ല. ഇപ്പൊ നിങ്ങൾ നോക്കി, മുജാഹിദേര് പറയണ ആയത്തല്ലേ എന്ന് പലരും ഉദ്ധരിക്കുന്ന ഒരു വചനമില്ലേ? വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജിന്നിലെ
അല്ലാഹു പറയുന്നുണ്ട് വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളികളെല്ലാം അല്ലാഹുവിനുള്ളതാണ്. ആകയാൽ അല്ലാഹുവിന്റെ കൂടെ മറ്റാരോടും നിങ്ങൾ ദുആ ചെയ്യല്ലേ. ഖുർആനിലെ ആയത്തില്ലേ, മുഹീദ്ദീൻ ശൈഖ് ഫത്ഹുർ റബ്ബാനിയിൽ പറയാ, ഇജ്അൽ ഖൽബക മസ്ജിദ, നിന്റെ ഹൃദയത്തെ നീ ഒരു പള്ളിയാക്ക്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അല്ലാഹുവിനോട് കൂടെ മറ്റാരോട് നീ ദുആ ചെയ്യല്ലേ. ഹൃദയമാകുന്ന പള്ളിയിൽ നിന്ന് അല്ലാഹു അല്ലാത്ത ആരോടും ദുആ ഉണ്ടാവരുത്. ഫുതുൽ ഗൈബിന്റെ പേജ് നമ്പർ 136. അല്ലാഹു അല്ലാത്ത ആരോടും ആവലാതിപ്പെടാൻ പാടില്ല. ആ നിന്നിൽ നിന്നുള്ള ഇസ്തിആസ ശിർക്കാണെന്ന് പഠിപ്പിച്ചത് അബ്ദുൽ ഖാദിർ ജീലാനിയാണ്. ഇറാഖിന്റെ ബഗ്ദാദിലെ നിസാമിയ യൂണിവേഴ്സിറ്റിയിലെ അല്ലാമ യൂസുഫ് ബിൻ അയ്യൂബ് അൽ ഹമദാനി എന്ന് പറയുന്ന പണ്ഡിതന്റെ കീഴിൽ പഠനം നടത്തി വന്ന ഒരു യഥാർത്ഥ അബ്ദുൽ ഖാദിർ ജീലാനി ഉണ്ട്. അദ്ദേഹത്തെ നമുക്കറിയില്ല. നാട്ടുകാർക്ക് പരിചയമുണ്ടെന്നറിയോ? ഉമ്മാടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു ചാടി ഫക്കീറിന്റെ കോലത്തിൽ പോയി വത്തക്ക ചോദിച്ചു, വത്തക്ക കൊടുക്കാതിരുന്നേനെ. പിന്നീട് വാപ്പ മോനെ മടിയിലിരുത്തി കളിപ്പിക്കുമ്പോ വാപ്പ അങ്ങനെ കൊഞ്ചിപ്പിക്കുമ്പോ എന്നെ കൊഞ്ചിക്കൊന്നും വേണ്ട, പണ്ട് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന് വത്തക്ക ചോദിച്ചപ്പോ എനിക്ക് തന്നില്ലാലേ എന്ന് പറഞ്ഞ ഷെയ്ഖിന്റെ കഥകളെ നമുക്കറിയുള്ളൂ. അവിടുന്ന് ചെരുപ്പില്ലാതെ വെള്ളിയാഴ്ച ദിവസം ഇങ്ങനെ നടന്നു വരുമ്പോ ഒരാൾ മരിക്കാനായി കിടക്കുമ്പോ അയാളങ്ങനെ തലോടി. അയാൾ എഴുന്നേറ്റിരുന്ന് പറഞ്ഞു, എന്റെ പേര് ദീനുൽ ഇസ്ലാമാണ്, ഞാൻ മരിക്കാനായി കിടക്കാൻ, നിങ്ങളാണ് എനിക്ക് ജീവൻ തന്നത്, അതുകൊണ്ട് നിങ്ങളുടെ പേര് മുഹീദ്ദീനാണ് എന്ന് മുസ്തഫൽ ഫൈസി വ്യാഖ്യാനം എഴുതിയിട്ട് അദ്ദേഹം ചർച്ചയിൽ ദീനുൽ ഇസ്ലാം മനുഷ്യരൂപം പ്രാപിക്കുമോ ഇല്ലയോ എന്ന് ഡിസ്കസ് ചെയ്യുമ്പോ ആ ചിന്തയിലാണ് നമ്മളുള്ളത്. ഒറിജിനൽ ഷെയ്ഖിനെ പഠിച്ചില്ല, അദ്ദേഹത്തിന്റെ ആദർശത്തെ പഠിച്ചില്ല. മരണത്തിന്റെ കിടക്കയിൽ തന്റെ മകൻ അബ്ദുൽ വഹാബിനോട് തൗഹീദിന്റെ ഉപദേശങ്ങൾ നൽകിയ ഒരു മഹാപണ്ഡിതനെ നമ്മൾ പഠിച്ചില്ല. അതുപോലെ തന്നെ ബദർ മൗലിദരോട് ബദരീങ്ങളോട് തേടുന്ന ആളുകൾ, എന്റെ പ്രിയമുള്ളവരെ, കാവല് ചോദിക്കുന്ന ബദരീങ്ങളോട്, രക്ഷപ്പെടുത്താൻ ചോദിക്കുന്നുണ്ട് ബദരീങ്ങളോട്. പക്ഷേ ആരാണ് ബദരീങ്ങളെന്ന് പഠിച്ചിട്ടുണ്ടോ? എന്താണ് ബദറിന്റെ ആദർശമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ആയുധ സാമഗ്രികളില്ലാതെ ഈമാനെ കൈമുതലാക്കി ബദറിന്റെ രണഭൂമിയിലേക്ക് ഇറങ്ങുമ്പോ അവിടെ പടർന്ന് പന്തലിക്കുന്ന ആദർശമുണ്ട്. ഹസ്ബുനല്ലാഹ് 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 എന്ന് നമ്മൾ കേട്ടില്ലയോ? പശ്ചിമേഷ്യയുടെ അങ്ങേ തലക്കിൽ നിന്ന്, ഗാസയുടെ റഫയുടെ ഫലസ്തീനിന്റെ മണ്ണിൽ നിന്ന് അവിടുന്ന് ചേതനേറ്റ പിഞ്ചോമനിയുടെ ജനാദ കയ്യിലെടുത്തിട്ട് കണ്ണ് നിറഞ്ഞൊലിക്കാതെ ചുണ്ട് പറയാതെ ബാപ്പ് പറയുന്നുണ്ട്, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അവിടുന്ന് പാതി തെരഞ്ഞെറിഞ്ഞു പോയ തലയോട്ടിയുടെ പാതി നഷ്ടപ്പെട്ടു പോയ മകന്റെ ജനാദ കയ്യിലെടുത്തിട്ട് വാപ്പ പറയുന്നുണ്ട്, ഹസ്ബുനല്ലാഹ്. ഉമ്മാന്റെ ജനാദക്ക് ജാര് 3 മക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോ 10 വയസ്സിന് താഴെയുള്ള മൂത്ത മകന് ആകാശത്തിലേക്ക് വരെ ചൂണ്ടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അനസ്തേഷ്യക്ക് മരുന്നില്ലാതെ പച്ചയായ ശരീരങ്ങളിൽ നിന്ന് അവയവങ്ങളെ മുറിച്ചു മാറ്റുമ്പോ ഫലസ്തീനിന്റെ യുവത പറഞ്ഞു, ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. ആദർശത്തിന്റെ പാഠങ്ങളിൽ ഇസ്ലാമിന്റെ അടിവേരുകളിലൂടെ കാണാ ഉൾക്കൊണ്ടുപോയ സഹാബത്തിന്റെ പാതകളാണ്. ആയുധങ്ങളില്ലാ മുറിഞ്ഞ വാൾത്തലപ്പുകളാണ്. കാരക്കയുടെ ചീളകളെ കൊണ്ട് മധുരം നുകർന്ന് സഹാബത്തിന് കൈമാറിയ പട്ടിണിക്കോലങ്ങള്. അല്ലാഹുവിലുള്ള ഉറച്ച വിശ്വാസമാണ് തവക്കുല. ബദറിന്റെ രണഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ബദർ നടന്നറിയാ? ഒന്ന് കാലതെന്നുമ്പോഴേക്ക് എന്റെ ബദരീങ്ങള് എന്ന് വിളിക്കുന്നവര് ബദരീങ്ങളോട് ആദർശമൊന്ന് പഠിക്കാനാ. ആ യുദ്ധത്തിന്റെ തലേ രാത്രിയില്ലയോ അള്ളാന്റെ ഖുർആന് പറയാ, ഇത് നിർഭയത്വത്തോടുകൂടെ സകലമായ സഹാബത്തിനെയും അല്ലാഹു ഉറക്കിക്കിടത്തുകയാണ്. പക്ഷേ ബദറിന്റെ രണഭൂമിയിലോ ഉറങ്ങാത്തൊരു നായകനുണ്ട്. ആരാ? ലോകത്തിന്റെ മുത്ത് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇതാ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദുആ ചെയ്യുകയാണ്. ആ ഉയർത്തിപ്പിടിച്ചതിന്റെ കനമാ കച്ചത്തിന്റെ വെള്ളകൾ പോലും കാണാമായിരുന്നു എന്നാണ്. അല്ലാഹുമ്മ തുഹ്ലിക ഹാദിഹിൽ ഇസാബ, അല്ലാഹുവേ ഈ സംഘത്തെ എങ്ങാനും നീ നശിപ്പിക്കുകയാണെങ്കിൽ ഭാര്യമാര് വിധവകളാകുമോ, മക്കളെ യതീമുകളാകുമോ, കൊച്ചു മദീനയുടെ ഭരണം നഷ്ടപ്പെടുമോ എന്നില്ല. ലം തുഅബദ അബദാ, നിന്നെ മാത്രം ആരാധിക്കപ്പെടില്ല അല്ലാഹ്, നിന്നെ മാത്രം ആരാധിക്കപ്പെടില്ല അല്ലാഹ്. അതിനാണ് ബദർ നടക്കുന്നത് എങ്കിലോ പ്രായാധിക്യം കൊണ്ട് തളർന്നു വന്ന ഉബൈദ റളിയല്ലാഹു അൻഹു വിട്ടുകൊണ്ട് ബദറിന്റെ രണഭൂമിയിലോടെ വീഴുമ്പോ അവിടുന്ന് പ്രവാചകന്റെ മടിത്തട്ടിലേക്ക് വാരിക്കൊണ്ടുവന്ന് കിടച്ചുമ്പോ പറഞ്ഞില്ല നബിയേ, ഷഹീദാവാന് മോഹിച്ചവനാണ് ഞാനെങ്കിലോ ബദർ യുദ്ധ കളം വീട്ട് പിരിന്തോ ഞാനേ, ബദർ ശുഹദാക്കളിൽ ഞാനോ പെടുമോ തേനേ, വിതുമ്പിക്കൊണ്ടൊരൈത്വാഹ അനാ പൊന്മാനേ, ബദർ ശുഹദാക്കളിൽ നീയോ പെടുമേ തേനേ. അവിടുന്ന് ഉബൈദത്ത് വന്ന് പറയുന്നുണ്ട് നബിയേ, അങ്ങവിടെ ബദറിന്റെ രണഭൂമിയിലൂടെ ഷഹീദാവാന് മോഹിച്ചവനാ, ഇവിടെ കിടന്ന് മരിച്ച ബദർ ശുഹദാക്കളിൽ പെടുമോ നബിയേ? അല്ലാഹുവിന്റെ മുത്തു റസൂല് പാതിരാവിലും പാതി വിരിയുന്ന പാരിജാതങ്ങളെ തോറ്റുപോകുന്ന പുഞ്ചിരിയുണ്ടെങ്കിലോ അത് ലോകത്തിന്റെ മുത്തിൻ്റെതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിന്റെ കണ്ണ് നിറയുന്ന നിമിഷമാ, മുഖത്ത് സങ്കടം പടരുന്ന നിമിഷമാണ്. എവിടെ കിടന്ന് മരിച്ചാലും ഉബൈദ അങ്ങ് ശുഹദാക്കളിൽ പെട്ടുപോകുമെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, കൂർക്കപ്പറമ്പുകാര് എന്തിനാ ബദരീങ്ങൾ അവരുടെ ജീവൻ കൊടുത്തത്? എന്തിനാ ബദരീങ്ങൾ അവരുടെ മക്കളെ യതീമുകളാക്കിയത്? എന്തിനാ ബദരീങ്ങൾ അവരുടെ ഭാര്യമാരെ വിധവകളാക്കിയത്? എന്തിനാ ബദരീങ്ങൾ അവരുടെ കുടിലുകൾ അന്യായമാക്കിയത്? എന്തിനാ ബദരീങ്ങൾ അവരുടെ കൈയും കാലും റബ്ബിന്റെ മാർഗത്തിലൂടെ കൊടുത്തത്? എന്തിനാ ബദരീങ്ങൾ അവരുടെ ജീവൻ പോലും അല്ലാഹുവിന്റെ മാർഗത്തിലൂടെ സമർപ്പിച്ചത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹിതമായ ആദർശത്തിനാണെങ്കിൽ ആ ബദരീങ്ങളോട് ഹൃദയത്തിന്റെ കോണില് സ്നേഹമുണ്ടോ എങ്കിൽ ആ ബദരീങ്ങളോട് തേടാനില്ല. ആ ബദരീങ്ങള് പറഞ്ഞ അല്ലാഹ്, ആ ബദരീങ്ങള് ഇസ്തിആസ ചെയ്ത അല്ലാഹ്, മങ്കുസ് മൗലിദരോട്, ഷറഫുൽ അനാമിലോട്, ബുർദ മജ്ലിസുകളിലോട്, അല്ലാഹുവിന്റെ മുത്തുനബിയോട് തേടുന്നവര് ഒരു ഇർതകബത്ത് മാത്രമല്ല, ഒരു യാ സയ്യിദ സാദാത്ത് മാത്രമല്ല, അല്ലാഹുവിന്റെ ഹബീബിന്റെ അടിമകളാണ് നമ്മളെന്ന് വാദിക്കുന്നവര്, തൗഹീദിന് വേണ്ടി ത്യാഗം അനുഭവിച്ച നബിയുടെ മേലെ ആരോപിക്കുന്നവര്. മക്ക എന്ന് പറയുന്നത് മണൽ തരികളല്ല, പാറനിപിടമാണ് മക്കയെങ്കില് അവിടെയാ അല്ലാഹുവിന്റെ ഹബീബ് നൊമ്പരം അനുഭവിച്ചത്, അവിടെയാ അല്ലാഹുവിന്റെ ഹബീബിനെ ചവിട്ടി മതിച്ചത്. പ്രിയമുള്ളവരെ, പ്രവാചകനിൽ നിന്ന് രക്തം വാർന്നൊലിച്ചിട്ടുണ്ടെങ്കിൽ മുത്തുനബിയുടെ ത്യാഗങ്ങൾ എന്തിനാ? തായിഫിന്റെ ജബലടുക്കുകൾക്ക് താഴെ കല്ലേറുകൊണ്ട് രക്തം വാർന്ന് ബോധം നഷ്ടപ്പെടുമ്പോ ഹബീബ് തന്നെ പറയാ, ബോധം വരുമ്പോ ഞാൻ മറ്റൊരു ഭാഗത്താണുണ്ടായിരുന്നത് എന്ന് പറയുമ്പോ കൂടെയുണ്ടായിരുന്ന സ്വഹാബി പോലും ഒരു തുള്ളി ദാഹജലങ്ങളെ തന്നില്ല നബിയേ. പ്രിയമുള്ളവരെ, എനിക്ക് ഏറ്റവും കൂടുതൽ മാനസിക വേദന ഉണ്ടായ സന്ദർഭമാണെന്ന് ലോകത്തിന്റെ പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 600 ചിറകുകളോട് ജിബ്രീലിനെ കണ്ട നിമിഷമല്ലയോ? പർവ്വതങ്ങളുടെ ഉത്തരവാദിത്വമുള്ള മലക്കുൽ ജിബാൽ പെയ്തിറങ്ങിപ്പോയ നിമിഷമാണെങ്കിൽ എന്റെ ചിറക് കണ്ടോ? ചിറകിന്റെ താഴെ പർവ്വത നിരകളെ കണ്ടോ? അങ്ങൊന്ന് അനുവാദം തന്നിരുന്നെങ്കിൽ അവരെ ഞാൻ നശിപ്പിച്ചുകൊള്ളോ. യാ റസൂലല്ലാഹ്, വേണ്ട അവരിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഇസ്ലാം മതം സ്വീകരിക്കും
അനുഭവിക്കുന്നുവെങ്കിൽ അത് മതി എനിക്കെന്ന് പറഞ്ഞ കാരുണ്യത്തിന്റെ പ്രവാചകൻ അനുഭവിച്ചു പോയ നൊമ്പരങ്ങളോ, പറന്ന മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കുമ്പോ അനുഭവിച്ചു പോയ ത്യാഗങ്ങള്, ഒരു സൽക്കാരത്തിന്റെ ജനമധ്യത്തിനിടയിൽ അള്ളാന്റെ ഹബീബിനെ ചവിട്ടി താഴെയിടുമ്പോ പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിക്കുമ്പോ ജിബ്രീൽ ആയത്തമായി സമാധാനിപ്പിച്ചിട്ടുണ്ടെങ്കിലോ അവൻ നാളെ കൈകടിക്കും. നബിയേ യാ ലൈതനീ ഇത്തഖൽതു മഅർ റസൂലി സബീലാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഞാനൊരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിലെന്ന് അവൻ നാളെ പറയും. നബിയേ എന്ന് സമാധാനിപ്പിച്ചിട്ടുണ്ടെങ്കിലോ എന്തിനാ പ്രിയമുള്ളവരെ ഹബീബിന്റെ നൊമ്പരങ്ങള് പറന്നു വീണ നാട്ടിൽ നിന്ന്, ജനിച്ചു വളർന്ന മക്കയുടെ മടിത്തട്ടിൽ നിന്ന്, ഓടി നടന്ന മക്കയുടെ ഹൃദയത്തിൽ നിന്ന് ഹൃദയം പറിച്ചെടുത്ത വേദനയോടുകൂടെ യാത്ര പറഞ്ഞിട്ടുണ്ടെങ്കിലോ എന്തിനാണെന്നറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ പേരിലാ കുല്ലബി അവരോട് പറഞ്ഞു കൊടുക്കുക, റസൂലേ ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ തേടുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, അവനോട് യാതൊരാളെയും ഞാൻ പങ്കു ചേർക്കൂല എന്ന് പ്രഖ്യാപിക്കണേ റസൂല്. അത് പ്രഖ്യാപിച്ച മുത്തനബിയാണെങ്കിൽ ആ നബിയോട് ഇഷ്ടമുണ്ടോ, മഹബ്ബത്തുണ്ടോ? എങ്കിൽ ആ നബിയോട് തേടാനല്ല ആ റസൂല് പറഞ്ഞ അല്ലാഹ്, അണ്ടകടാഹങ്ങളുടെ സൃഷ്ടാവായ അല്ലാഹ്, ബ്രഹ്മാണ്ടങ്ങളുടെ സൃഷ്ടാവായ അല്ലാഹ്, സകലതരാധരങ്ങളെ നിയന്ത്രിക്കുന്ന അല്ലാഹ്, അവനെന്തിനും കഴിവുള്ള ഖദീറ, എല്ലാം കാണാൻ കഴിവുള്ള ബസീറ, എല്ലാം കേൾക്കാൻ കഴിവുള്ള സമീഅ, തലച്ചോറിന്റെ ചിന്തകൾ അറിയുന്ന അല്ലാഹ്, നമ്മുടെ ഹൃദയത്തിന്റെ താളം തെറ്റുമ്പോ ഏഴാകാശങ്ങൾക്കപ്പുറത്ത് വിവരമറിയുന്ന അല്ലാഹ്, അവൻ ഏകനായ റബ്ബാണെങ്കിൽ ആ റബ്ബിലേക്ക് തിരിച്ചോ നമ്മളുടെ കരങ്ങള്. ആ റബ്ബിനോട് ആകട്ടെ നമ്മളുടെ തേട്ടങ്ങള്. ആരാധനയുടെ ഒരു അംശം പോലും അല്ലാഹു അല്ലാത്ത പടപ്പുകളിലേക്ക് തിരിയല്ലേ. അല്ലാഹ് ബഹുമാനിച്ചവരെ ബഹുമാനിക്കാ, ആദരിച്ചവരെ ആദരിക്കാ. പക്ഷെ ആരാധന കൊടുക്കാനുള്ളത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് മാത്രമാ. ആ ഒരു ആശയങ്ങളെ നെഞ്ചിലേറ്റി ആ ഒരു തൗഹീദോടുകൂടെ ഈ ലോകത്തോട് ആത്മാർത്ഥമായി ജീവിച്ച വിട പറയാൻ, പൂർണ്ണമായ കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് ലാ ഇലാഹ ഇല്ലല്ലയോട് വിട പറയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ തൗഫീഖ് ലഭിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ ആത്മാർത്ഥമായ ജീവിതം വേണം, ആത്മാർത്ഥമായ ജീവിതം വേണം. ഇതാരെയും ഇവിടെ കൂർക്കപ്പറമ്പുകാരോടോ കൈപ്പുറത്തുകാരോടോ നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കാനോ കുറ്റം പറയാനോ അല്ല. പക്ഷെ അതിലൊരു അബദ്ധം പറ്റി ലോകത്തോട് വിട പറഞ്ഞാൽ ആ മരണം തന്നെ അപകടകരമാണ്, വളരെ വേദനാജനകമായ മരണമാണ്. ഖബറിലൂടെ ഏറ്റവും വലിയ മാരകമായ അദാബ് ആർക്കെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഗോത്രക്കാരുടെ ഖബറിന്റെ ചാരെ കടന്നു പോകുമ്പോൾ മുത്തനബി ചോദിച്ചു, ഈ ഖബറിൽ മറമാടപ്പെട്ട ആളുകൾ ആരാന്നറിയോ? അവര് പറഞ്ഞു, നബിയെ മാതു ഫിൽ ഇശ്റാഖ്, ശിർക്ക് ചെയ്ത് മരിച്ചവരാൻ. ലൗലാ അല്ലാ തദാഫനു ലദഅഉതു അല്ലാഹ അയുസ്മിഅകും മിൻ അദാബിൽ ഖബരി അല്ലദീ അസ്മഅ, നിങ്ങൾ പരസ്പരം മറമാടേണ്ട ആളുകളല്ലായിരുന്നുവെങ്കിൽ ഈ ഖബറിൽ നടക്കുന്ന അദാബിന്റെ ശബ്ദം നിങ്ങളെ കേൾപ്പിക്കാൻ ഞാൻ അല്ലാഹുവോട് ദുആ ചെയ്യുമായിരുന്നു. അത്ര മാരകമാണ്. പരലോകത്ത് കടന്നു വരുമ്പോ പ്രിയമുള്ളവരെ ബോധ്യപ്പെടും, റബ്ബനാ അബ്സർനാ വസമിഅനാ, ഞങ്ങൾ കണ്ടു അല്ലാഹ് നരകത്തിന്റെ ഭയാനകരമായ ശിക്ഷകള്, വസമിഅനാ അതിന്റെ ഇരമ്പലും അട്ടഹാസങ്ങളും അലർച്ചകളും ഞങ്ങൾ കേട്ടുപോയവരാ, ഫർജിഅനാ ഞങ്ങളെ ഒന്ന് മടക്കി തരുകയാണെങ്കിൽ നഅമൽ അമലൻ സാലിഹ, നല്ല പ്രവർത്തനങ്ങൾ ചെയ്തോളാം, ഇന്നാ മൂഖിനൂൻ ദൃഢവിശ്വാസികളായിക്കൊള്ളാം അല്ലാഹ്, ഉറപ്പായും അല്ലാഹ് പറഞ്ഞു നോക്കൂ റബ്ബിനോട്. നരകത്തിലൂടെ ശാശ്വതമായി കഴിയുന്നവരാരെന്നറിയോ? അള്ളാഹുവിനോട് പങ്കു ചേർത്തവരെ. 5-ാമത്തെ ആയത്തിന്റെ 72-ാമത്തെ ആയത്ത്, ഇന്നഹു മയുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ആരല്ലാഹുവിനോട് പങ്കു ചേർത്ത് പോയോ അവർക്ക് അല്ലാഹു സ്വർഗ്ഗമെന്നുള്ളത് ഹറാമാക്കിയിട്ടുണ്ട്. അവരുടെ സങ്കേതം കത്തിയാടുന്ന നരകമാണ്. അത്ര മാരകമായ അദാബ്
ഖബറിലൂടെ എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന മലക്കിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയില്ല പ്രിയമുള്ളവരെ, കഴിയില്ല. അതുകൊണ്ട് ഇത്തിരി പോന്ന ജീവിതമാ, കിട്ടിയ ജീവിതത്തിൽ ഒരു അവസരമാണ്. അള്ളാഹുവിന്റെ പ്രമാണങ്ങളെ ഉദ്ധരിച്ച് ആ പ്രമാണങ്ങളുടെ മാർഗത്തിൽ ജീവിച്ച് ആ പ്രാമാണികമായ മാർഗത്തിൽ ഈ ലോകത്തോട് വിട പറയാൻ നമ്മളൊക്കെ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും അള്ളാഹു നാമേവരെയും ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അള്ളാഹുവേ, കത്തിയാടുന്ന നരകത്തിന്റെ വിറകുകളാക്കി ഞങ്ങളുടെ ആരെയും നീ മാറ്റല്ല അള്ളാഹ്. പരലോക വിജയം തന്ന് അനുഗ്രഹിക്കണേ അള്ളാഹ്. അല്ലാഹുമ്മ അഇസ്സിൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. اللهم انصر اخواننا المسلمين في فلسطين. اللهم انصر اخواننا المسلمين المضاعفين المجاهدين في فلسطين. اللهم كن لهم نصيرا ولا تكن عليهم. اللهم لا تسلط علينا من لا يرحمنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله. بسم الله الحمد لله صلى الله على نبينا محمد وعلى آله وصحبه أجمعين. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ തസ്ഫിയ ആദർശ സമ്മേളനം ഇവിടെ സമാപിക്കുകയാണ്. പെരിന്തൽമണ്ണയിൽ നടക്കുന്ന മെയ് 11 നടക്കുന്ന വിദ്യാർത്ഥി സമ്മേളനത്തിന്റെ കൂടി ഭാഗമായാണ് നമ്മളിവിടെ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. 8ാം ക്ലാസ് മുതലുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും അതിൽ പങ്കെടുപ്പിക്കാൻ ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം മെയ് 6 മുതൽ പെരിന്തൽമണ്ണയിൽ തുടങ്ങുന്ന വൈജ്ഞാനിക പ്രദർശനത്തിലേക്ക് എല്ലാവരെയും കുടുംബസമേതം ക്ഷണിക്കുകയാണ്. നമ്മുടെ ഒരു കാര്യം അറിയിക്കാൻ, നമ്മുടെ മദ്രസയുടെ കുറുക്കപ്പറമ്പ് സലഫി മദ്രസയുടെ പുതിയ വർഷത്തിൽ അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ 15-ാം തീയതി മെയ് 15-ാം തീയതിക്ക് ശേഷം ആരംഭിക്കും. അതിന് ഉള്ള കുട്ടികളെ ചേർക്കേണ്ട രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഇസ്ലാം യൂത്തിന്റെ ജനറൽ സെക്രട്ടറി നിഷാദ് സലഫി, വിഷയാവതരണം നടത്തിയ ബഹുമാന്യായ ഷാഫി സബാഹി, സദസ്സിൽ നിന്നും പുറത്തു നിന്നുമായി ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ള സഹോദരി സഹോദരന്മാർ, അതുപോലെ ഇവിടെ ഈ സ്ഥലം അനുവദിച്ച ബഹുമാന്യ സഹോദരൻ, എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം